ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച ഒരു പുസ്തകത്തെ ചുറ്റിപ്പറ്റിയാണ്. ആ പുസ്തകത്തിന്റെ പേര് ദ റൂൾസ് ഓഫ് വർക്ക് എന്നാണ്. ഇതാണ് പുസ്തകം, റൂൾസ് ഓഫ് വർക്ക്. റൂൾസ് ഓഫ് വർക്ക് അത് എഴുതിയേക്കുന്നത് റിച്ചർഡ് ടെംപ്ലർ എന്ന് പറയുന്ന ദ റൂൾസ് ഓഫ് മാനേജ്മെന്റ്. അങ്ങനെ ഇതൊരു സീരീസ് ആണ്. അപ്പം ഈ പുസ്തകം വളരെ ഇപ്പൊ ഈ പുസ്തകം ഒരു എന്താ പറയാ, അതിന്റെ ഉള്ളടക്കം, അതായത് 10 റൂളാണ് ഈ 10 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോപ്പ് ലെവൽ റൂൾസ് ആണ്. ഓരോ റൂളിനും 10 ഡയമെൻഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ എന്താ പറയാ, ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ 100 ഇഡിയംസ് ആണ് ടു വർക്ക് ഇൻ. ഈ ബുക്ക് ഒരു 15-20 ഇയേഴ്സ് മുമ്പ് എഴുതിയിട്ടുള്ളത് കൊണ്ട് അതിനെ ഇപ്പൊ മോഡേൺ വർക്ക് പ്ലേസസ്, പോസ്റ്റ് കോവിഡ് വർക്ക് പ്ലേസസും എയുടെ ഒക്കെ ഇമ്പാക്ട് വരുമ്പോൾ ഈ റൂൾസ് ഒക്കെ എങ്ങനെ ആർ ദ സ്റ്റിൽ എന്താ പറയാ റെലവെന്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കണേ. അപ്പൊ ആദ്യം ഒരു ടോപ്പ് ലെവൽ റൂൾസും പിന്നെ അതിന്റെ ആട്രിബ്യൂട്ട്സ് കുറച്ച് റാൻഡംലി വായിച്ച് ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ട് ഓക്കെ വി വിൽ ബി ഇലാബറേറ്റിംഗ് വാട്ട് വി ആർ സപ്പോസ് ടു ഡിസ്കസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റൂള് തന്നെ എന്താ വെച്ചാൽ വാക്ക് യുവർ ടോക്ക്. ഈ വാക്ക് യുവർ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രേസ് ഉണ്ട്, വാക്ക് ദ ടോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കമ്പനിയിൽ ഒരു അസസ്മെന്റിന് പോയി. അപ്പോൾ ആ അസസ്മെന്റിന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പോയിരുന്ന കമ്പനിയുടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സ് അവിടെ വലിയ വലിയ പ്രോമിസുകൾ ചെയ്തു. അതായത് ഞങ്ങൾ അവിടെ ഒരു ഗ്യാപ്പ് അനാലിസിസിനെ പോയത്. അപ്പോൾ ഗ്യാപ്പ് അനാലിസിസ് റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ടോൾ പ്രോമിസസ് വെർ മെയ്ഡ്. അപ്പൊ ഞാൻ ഒരാളോട് പറഞ്ഞു, ഓക്കെ മിസ്റ്റർ എക്സ്, വി ഹാവ് ഡൺ ക്വൈറ്റ് എ ബിറ്റ് ഓഫ് ടോക്ക്, നൗ ഇറ്റ് ഈസ് ടൈം ടു വാക്ക് ദ ടോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ടോൾ പ്രോമിസ് നടത്തിയത്. അപ്പോ ഐ വാസ് ഫോഴ്സ്ഡ് ടു കീപ് ക്വയറ്റ് ബിക്കോസ് കമ്മിറ്റ്മെന്റ് ഹാസ് ബീൻ ഓൾറെഡി മെയ്ഡ്. അപ്പോ എന്നാ മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ കമ്മിറ്റ് ചെയ്ത ആള് ഒരു കാര്യം പറഞ്ഞു, ഐ എം എൻ ഈഗിൾ. ഓക്കെ, eagle doesn't walk. Okay, eagle will soar, and when there is problem he will come, and then okay he will fix it and he will fly up. Once again, if there are some problems, okay, eagle will come once again and fix it, and third time eagle won't come because crows were around. കാക്കളെ കൂടിയാണ്. അപ്പൊ പുള്ളി എന്നെ ഈ എൻഗേജ്മെന്റ് സ്പോൺസർ ചെയ്ത ആളെയാണ് അത് ഉദ്ദേശിച്ചത്. അപ്പൊ വാക്ക് ദ ടോക്ക് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് അത് ഇനിയിപ്പോ ഒരു AI യുഗത്തിലും അത് മാറുമോ എന്നുള്ള അറിയില്ല. അപ്പോ ഈ വാക്ക് ദ ടോക്കിന് വേറെ ഇതുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സർക്കിളിലൊക്കെ ഒരു എന്താ പറയാ, ഞാൻ ഒരാളെ മെന്റർ ചെയ്യായിരുന്നു. അപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി he got a lot of context about IT. He understood the history of it, learned some new techniques. So he began to articulate about things with people around him. ഇതിങ്ങനെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ നാക്കിനനുസരിച്ചുള്ള സ്പീഡ് പുള്ളിയുടെ കൈക്കില്ല. അപ്പൊ ഹാൻഡ്സ് വോണ്ട് മൂവ് ദ വേ ദ മൗത്ത് മൂവ്സ് ആണ് അന്ന് പറഞ്ഞ്. അപ്പൊ പല പ്രോഗ്രാമേഴ്സും പെട്ടെന്ന് കുറെ ഒരു കാലങ്ങളോളം പ്രോഗ്രാം ചെയ്യും. അതിനായിട്ട് ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ പെട്ടെന്ന് they will get exposed to riot of ideas. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് അവർ വാചാലരാകും. ആ വാചാലതയുടെ ഒരു പരിണിത ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ വായുടെ അത്രയും സ്പീഡ് ഉണ്ടാവില്ല. അപ്പൊ വാക്ക് ദ ടോക്ക് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ യു ആർ ബീങ് ജഡ്ജ്ഡ് ഓൾ ദ ടൈംസ്. ഓക്കെ, അപ്പൊ ഇതൊരു ഈ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കമ്പനിയുടെ ഒഫീഷ്യൽസ് ചെയ്യണമെന്നില്ല, പിയർ പ്രഷർ ഉണ്ടാവാം. The people whom you are actually managing, അവരെ നിങ്ങളെ ജഡ്ജ് ചെയ്യാം. 360 ഡിഗ്രി അപ്രൈസലിന്റെ കാലഘട്ടമൊക്കെയാണ്. അപ്പോ എപ്പോഴും ഒരു സ്ക്രൂട്ടണി ചുറ്റും ഉണ്ട്. ഈവൻ ചുമരുകൾക്ക് പോലും കാതുണ്ടെന്നുള്ള രീതിയിൽ, അങ്ങനെ പറയണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ,
if you are not careful, you will lose most of things. അത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചെറിയ മിസ്റ്റേക്ക് മതി. ചിലപ്പോ ആ മിസ്റ്റേക്ക് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഓക്കെ സ്റ്റാറ്റിക് അനാലിസിസ് എടുത്തിട്ട് നമ്മുടെ ബോസ് ബഗ് കണ്ടുപിടിച്ചു, ഓക്കെ നമുക്ക് കുഴപ്പമുണ്ടെന്ന്. പക്ഷെ പുള്ളി അത് എക്സ്പ്ലോയിറ്റ് ആക്കണ എപ്പോഴാന്ന് വെച്ചാൽ പുള്ളിയുടെ തീരുമാനത്തിലായത്. ചിലപ്പോ ഇന്ന് പുള്ളി നമ്മളൊരു അനോമലി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ 2 കൊല്ലം കഴിഞ്ഞായിരിക്കും പുള്ളി അത് എക്സസൈസ് ചെയ്യണേ. അപ്പോ ഈ ഇഫ് യു ആർ നോട്ട് കെയർഫുൾ, അത് യു ആർ ഗീവിങ് എന്താ പറയാ ആർസണൽ അല്ലെങ്കിൽ ഒരു മറ്റേ ആയുധം കൊടുക്കുകയാണ് ചെയ്യണേ നമ്മുടെ ചുറ്റുമുള്ളവർക്ക്. അപ്പോൾ യു ആർ ബീങ് ജഡ്ജ്ഡ് ഓൾ ടൈംസ് ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഹാവ് എ പ്ലാൻ. ഹാവ് എ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെനെവർ യു ഗോ ടു എ കമ്പനി ഓർ സം കീ മാനേജ്മെന്റ് ഷിഫ്റ്റ് ഹാസ് ഹാപ്പൻഡ്, you should quickly assess the situation and then change the plan. ഒരു proactive plan എപ്പോഴും വേണം. എങ്ങനെ കമ്പനിയുടെ ടെറിട്ടറി നാവിഗേറ്റ് ചെയ്യാം, പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എങ്ങനെ നാവിഗേറ്റ് ചെയ്യാം, റോഡ് ബ്ലോക്കേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സർക്കമെന്റ് ചെയ്യാം, എങ്ങനെ കണക്ട് ബിൽഡ് ചെയ്യാം. അപ്പൊ ഒരു പ്രൊആക്റ്റീവ് പ്ലാൻ. അപ്പൊ അതിന് ഒരു കമ്പനി ആണെങ്കിൽ കമ്പനിയുടെ ഈത്തോസ് എന്താന്ന് മനസ്സിലാക്കണം, അതിന്റെ കൾച്ചർ എന്താന്ന് മനസ്സിലാക്കണം, അവിടുത്തെ കീ പ്ലെയേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം, ഓൾഡ് ബോയ്സ് നെറ്റ്വർക്ക് ക്ലസ്റ്റേഴ്സ് ഒക്കെ എവിടെയുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ ഒരു നമുക്കൊരു പേഴ്സണൽ പ്ലാൻ മാത്രം ഉണ്ടായിട്ടില്ല. ദാറ്റ് പ്ലാൻ ഹാസ് ടു ബി റെപ്രസെന്റേറ്റീവ് ഓഫ് ദി സിറ്റുവേഷൻ ഔട്ട് ദെയർ. അപ്പൊ കീപ് ക്വയറ്റ്, അതായത് നമുക്ക് സംസാരിക്കാനൊന്നുമില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി. അതായത് ഇപ്പൊ ട്രാക്ടസ് ലോജിക് ഓഫ് ഫിലോസഫിക്കസ് എന്ന് പറഞ്ഞ ബുക്കിന്റെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് if you can't speak, you should just close it over എന്നാണ് പറയുന്നത്. അപ്പൊ കീപ് ക്വയറ്റ് അൺലെസ് വാറണ്ടഡ്. ഇഫ് നോട്ട്, അതായത് ആരെങ്കിലും അതിനർത്ഥം മൗനീയമായി ഇരിക്കണം എന്നല്ല. യു ഷുഡ് ആക്ച്വലി articulate whenever it matters. But if you are planning to assert, okay, so be very careful. അതായത് you should be able to do it. Okay, self preservation is important. അപ്പോൾ ഒരു പലപ്പോഴും ഒരു കമ്പനിയിൽ നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് ഏജൻസി യു ആർ എക്സിക്യൂട്ടിങ്, ചിലപ്പോ for you to survive there, you need to take actions, okay, which might be detrimental to companies, or at least will be perceived as detrimental, okay, അതായത് വിഘാതമായിട്ട് കമ്പനിയുടെ പ്രോഗ്രസിന് വരാം എന്നുള്ള ഒരു സിറ്റുവേഷൻ അവിടെ വരാം. അപ്പോ സെൽഫ് പ്രിസർവേഷന് വേണ്ടി സെൽഫ് സെന്റേഡ് ആയിട്ട് ചെയ്യണമെന്നല്ല, പക്ഷെ സെൽഫ് പ്രിസർവേഷൻ ഹാസ് ടു ബി ടേക്കൻ കെയർ. Okay, otherwise if you are not in the system, what is the point in actually taking all the effort in the world? So keep yourself within the system. Rule number 6 വളരെ ഇമ്പോർട്ടൻ്റ്, ബ്ലെൻഡ് ഇൻ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇപ്പോ ഈ കോളിലിരിക്കുന്ന ശരത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിയുടെ സുപ്പീരിയേഴ്സിന്റെ കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സും അവരുടെ ഗോൾസ് എന്താണെന്ന് ഇന്റർണലൈസ് ചെയ്തിട്ട് അവരായിട്ട് അലൈൻ ചെയ്യാന്ന് പറയും. അപ്പോ ചില ആൾക്കാരുണ്ട് ഇപ്പൊ എത്ര ഇതായാലും കമ്പനിയായിട്ട് അലൈൻ ചെയ്യില്ല, അവരിങ്ങനെ ഫ്രഞ്ചിൽ നിൽക്കും, അവിടെ വരുന്ന കൊച്ചു പിള്ളേരെയൊക്കെ തോണ്ടി കുളമാക്കുന്ന പരിപാടിയുണ്ട്. അപ്പോ ഐ എം നോട്ട് സെയിങ് ദാറ്റ് യു ഷുഡ് അസിമിലേറ്റ് ടു വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ദ ഓർഗനൈസേഷൻ, ബട്ട് അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഇന്റഗ്രേറ്റ് ഓർ ജെൽ വെൽ, ഓർ അറ്റ്ലീസ്റ്റ് യു ഷുഡ് ആക്ട് ആസ് ഇഫ് യു ആർ ജെല്ലിങ് വെൽ. ഓക്കെ, അതാണ് ബ്ലെൻഡിങ്. പിന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്രൊആക്റ്റീവ് ആയിരിക്കണം. അതായത് ഒരു പ്ലാൻ മാത്രമല്ല, ജനറൽ സ്ട്രാറ്റജി പ്ലാൻ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ലെവലിലും ആക്ഷൻ എപ്പോഴും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്ടിക്കലി നമ്മൾ ഒരു സ്റ്റെപ്പ് ആയിട്ടായിരിക്കണം. അതായത് ഒരു മുഴം മുന്നേ അറിയാന്ന് പറയും. പിന്നെ എന്താ പറയാ, കൾട്ടിവേറ്റ് ഡിപ്ലോമസി. തീർച്ചയായും, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ വാട്ട് യു സേ, ഹൗ ഇറ്റ് വിൽ ബി പെർസീവ്ഡ് ഡിപെൻഡ്സ് അപ്പോൺ ദ പീപ്പിൾ. അപ്പോ സം പീപ്പിൾ ഹാവ് ടു ബി വാംഡ് അപ്പ് ഇഫ് യു വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. ചില ആൾക്കാരെ ഔട്ട്റൈറ്റ് there are indirect ways to actually pitch things to them. അപ്പോൾ ആ ഒരു ഡിപ്ലോമസി, ഫ്രണ്ട്സിന്റെ അടുത്ത് ഡിപ്ലോമസി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഉള്ളൊക്കെ വേണ്ട സാധനമാണ്. ഫ്രണ്ട്സിന്റെ അടുത്ത് ഡിപ്ലോമസി കാണിക്കുന്നവൻ പലപ്പോഴും ഓക്കെ എലമെന്റ് ഓഫ് ഡിപ്ലോമസി ought to be there because nobody likes the messenger of bad news. പിന്നെ അടുത്തത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എന്താ പറയാ, know the system and milk it. ഓക്കെ, അപ്പൊ സിസ്റ്റത്തെ കുറിച്ച് അവിടുത്തെ സിസ്റ്റം, അതായത് എന്താ പറയാ, ഒരു ഫേമസ് ബുക്കുണ്ട് പേഴ്സണൽ MBA. അതില് ഞാൻ സിസ്റ്റത്തെ കുറിച്ച് ഒരു പെർസ്പെക്റ്റീവ് തരാം. ആ ബുക്കിന്റെ ആദ്യത്തെ 5 ചാപ്റ്റർ 3 സെക്ഷൻ ആയിട്ടാണ് ബുക്കിന്റെ പേര് പേഴ്സണൽ MBA.
ജോഷ് കോഫ്മാൻ. ഓക്കെ, വിച്ച് വിൽ ബി ടേക്കിംഗ് സെഷൻസ് ഇൻ ഫ്യൂച്ചർ. അപ്പൊ ആ ബുക്കിൽ പറയണെന്ന് വെച്ചാൽ ആദ്യത്തെ 5 കാര്യം, അതായത് വാല്യൂ ക്രിയേഷൻ. ഓക്കെ, അപ്പൊ വാല്യൂ ക്രിയേഷൻ ആണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ വാല്യൂ മാർക്കറ്റ് ചെയ്യണം. പിന്നെ സെയിൽസ് ചെയ്യാം, സെയിൽസിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ വാല്യൂ ഡെലിവറി ഉണ്ട്. പിന്നെ ഫിനാൻസ്. ഈ 5 കാര്യങ്ങൾ എല്ലാ ബിസിനസ്സിനും. ഓക്കെ, പിന്നെ നോയിങ് ഹ്യൂമൻ സൈക്കോളജിയാണ് അടുത്ത 3. ഹ്യൂമൻ സൈക്കോളജി, നോയിങ് യുവർ സെൽഫ് ആൻഡ് വർക്കിംഗ് വിത്ത് അതേഴ്സ്. ഈ 3 ചാപ്റ്റർ ഹ്യൂമൻ സൈക്കോളജിയെ കുറിച്ചാണ്. ലാസ്റ്റത്തെ 3 ചാപ്റ്റർ അനലൈസിങ് സിസ്റ്റം, പിന്നെ ഇംപ്രൂവിങ് സിസ്റ്റംസ്, പിന്നെ സിസ്റ്റത്തിന്റെ വൊക്കാബുലറി. അങ്ങനെ 3 ചാപ്റ്ററാണ് സിസ്റ്റം. അപ്പോ ആ സിസ്റ്റത്തെ കുറിച്ച് മറ്റേ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അനലൈസ് ചെയ്ത് അത് ട്വീക്ക് ചെയ്യാൻ പറ്റണം എന്നാണ് ആ ബുക്കിൽ പറയുന്നത്. അപ്പൊ ആ സിസ്റ്റം ഇവിടെ ഉദ്ദേശിക്കുമ്പോൾ സ്ട്രിക്ട്ലി വാട്ട് ഈസ് റിട്ടൺ ഡയർ എന്നല്ല, അത് ഓപ്പറേഷണലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏജൻസിന്റെ പുള്ള് കാരണം ഒരു കറന്റ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഉണ്ട്, അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു ഐഡിയലി ഒരു ഓർഗനൈസേഷന്റെ ഏജൻസി ഡെഫിനിഷനെ കുറിച്ചല്ല പറയുന്നത്. ഓക്കെ, ലാസ്റ്റത്തെ ഹാൻഡിൽ ദ ഓപ്പോസിഷൻ. അപ്പോ തീർച്ചയായും, അതായത് യു വിൽ ബി അറ്റ് ലോഗർ ഹെഡ്സ് വിത്ത് പീപ്പിൾ who are on the opposite side. ഇപ്പൊ ചില ആൾക്കാര്, എസ്പെഷ്യലി വെൻ യു ആർ ആക്ച്വലി ഫൈറ്റിംഗ് വിത്ത് പീപ്പിൾ ഫ്രം ദ ഓൾഡ് വേഴ്സ് നെറ്റ്വർക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്രൊആക്റ്റീവ് ആയിരിക്കണം. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ആൻഡ് ദെൻ തിങ്സ് ലൈക്ക് ഗെയിം തിയറി കം ഇൻ ടു പിക്ചർ. അപ്പൊ ഇതൊക്കെയാണ് ഈ 10 റൂള് ഇതാണ്. അപ്പൊ ഈ 10 റൂളിനെ കുറിച്ച് എന്താ പറയാ, ഞാനിപ്പോ റാൻഡമായിട്ടൊരു കുറച്ച് കാര്യം കൂടി വാക്ക് യുവർ ടോക്കില് എന്താ പറയാ, ഗെറ്റ് യുവർ വർക്ക് നോട്ടീസ്ഡ് ആണ് ആദ്യം പറയുന്നത്. അതായത് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രം പോരാ, അതിനെക്കുറിച്ച് ബ്രാഗ് ചെയ്യണമെന്നല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഓക്കെ യു ഷുഡ് make people around you understand that you have done something. അപ്പോ ഇതിലൊരു സജഷൻ എന്താ, unsolicited report is a brilliant way to stand out from the crowd. Unsolicited report is a brilliant way to stand out from the crowd. ബോസ് നമ്മളോട് ചോദിക്കോ, അല്ലെങ്കിൽ ചുറ്റുമുള്ള കമ്പനി ഡിമാൻഡ് ചെയ്തില്ലെങ്കിലും റൈറ്റിംഗ് എ വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ റൈറ്റിംഗ് എ പോയിന്റ് ഓഫ് വ്യൂ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതിൻ്റെ ഉള്ള പറഞ്ഞേക്കണം. പിന്നെ നെവർ സ്റ്റാൻഡ് സ്റ്റിൽ എന്നാണ് പറഞ്ഞേക്കണം. അപ്പോ അതായത് എപ്പോഴും, അതായത് ഈ കോർപ്പറേറ്റ് സർക്കിൾസിൽ ഇഫ് യു ഡോണ്ട് മൂവ് യു ആർ ലാഗിങ് ബിഹൈൻഡ്, മൂവ് ഫോർവേഡ്. ഓക്കെ, അത് കോർപ്പറേറ്റ് സർക്കിളിൽ മാത്രമല്ല, ക്യാപിറ്റലിസത്തിന്റെ ഒരു ബ്യൂട്ടി ആണോ അതിന്റെ ബെയിൻ ആണോ എന്ന് അറിഞ്ഞൂടാ. കോൺസ്റ്റന്റ്ലി ഇറ്റ് ആസ്ക് യു ടു ഇന്നോവേറ്റ്. അപ്പൊ അതാണ് വാക്ക് യുവർ ടോക്കിന്റെ ഇതിൽ വരുന്നത്. പിന്നെ വോളണ്ടിയർ കെയർഫുള്ളി, അതായത് ഒരു ടാസ്കോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അങ്ങോട്ടേക്ക് എന്താ പറയാ, കെയർഫുൾ ആയിരിക്കാം. അതായത് ചിലപ്പോൾ നമുക്ക് നിറവേറ്റാൻ പറ്റുന്നില്ല, കാരണം ആൾറെഡി വി ഡു ഹാവ് carve out a niche for yourself. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വാക്ക് യുവർ ടോക്കിൽ. അതായത് ഈ ഒരു എല്ലാവർക്കും ഒരു USP വേണം, എന്നാലേ ആ ഒരു ഡിപ്പെൻഡൻസി വേണമെന്നല്ല, പക്ഷെ ആ USP ഓർ ആർ യു ഇൻ തിക്ക് ഓഫ് തിങ്സ്. അപ്പൊ അതാണ് അവിടുത്തെ അടുത്ത റൂൾ നമ്പർ 1.5 പറയുന്നത് അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവർ എന്നാണ്. അതായത് നെവർ പ്രോമിസ് ടു മച്ച്. ഓക്കെ, അപ്പൊ ആ ഒരു സർപ്രൈസ് ഫാക്ടർ എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ബട്ട് ഇഫ് യു ബ്രാഗ് എ ലോട്ട്, okay, and their expectation will be high, അങ്ങനത്തെ പ്രശ്നമുണ്ട്. നോ സംതിങ് അതേഴ്സ് ഡോണ്ട്. ഓക്കെ, അതായത് ചുറ്റുപാടുള്ളവർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. ബി 100% കമ്മിറ്റഡ്. ഓക്കെ, അതാണ്. പിന്നെ എൻജോയ് വാട്ട് യു ആർ ഡൂയിങ്. ഓക്കെ, ഡെവലപ്പ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. നെവർ ലെറ്റ് എനിവൺ നോ ഹൗ ഹാർഡ് യു വർക്ക്. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഹോംവർക്ക് ചെയ്യണ്ടെങ്കിലോ അങ്ങനെയുള്ളതൊക്കെ കീപ് ഇറ്റ് വിത്ത് യുവർ സെൽഫ്. ഓക്കെ, പെർഹാപ്സ് യു മൈറ്റ് ബി സ്ട്രഗ്ലിംഗ് ടു, അതായിരിക്കാന്നാണ് വിചാരിക്കണേ. ഓക്കെ, ഇതാണ് ഇത് തന്നെ. പിന്നെ നോ ദാറ്റ് യു ആർ ബീങ് ജഡ്ജ്ഡ് അറ്റ് ഓൾ ടൈംസ്. അതാണ്. അപ്പൊ അവിടെ വരുമ്പോ എന്ന് വെച്ചാൽ ഡ്രസ് വെൽ.
ഓക്കെ. അപ്പൊ ഒരാൾ പറഞ്ഞ വരിക, നിങ്ങൾ എത്രത്തോളം എന്റെ സോഫ്റ്റ്വെയറിലാട്ടോ അറ്റ്ലീസ്റ്റ് എത്രത്തോളം നിങ്ങൾ കുറച്ച് ഡ്രസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ഗുഡ് ആയിരിക്കണം എന്ന്. അപ്പോ ഈ മരിക്കുമ്പോഴും ചമഞ്ഞ് മരിക്കണം എന്നുള്ളൊരു ചൊല്ലുണ്ട്. ഈ എന്താ പറയാ, നന്നായി ഡ്രസ് ചെയ്യുന്നവരും പീപ്പിൾ ഹൂ മെയിൻറ്റെയിൻ ദെയർ ഡെക്കോറം അവര് പൊതുവെ ബുദ്ധിമാന്മാരാണെന്ന് അറ്റ്ലീസ്റ്റ് സമൂഹം കരുതുന്നുണ്ട്. കൾട്ടിവേറ്റ് എ സ്മൈൽ, അതായത് ചിരിച്ചില്ലെങ്കിലും ചിരിക്കണം വരി കാണിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. നോ ലിം ഫിഷ്, ഡെവലപ്പ് ദ പെർഫെക്റ്റ് ഹാൻഡ് ഷേക്ക്. ഈ ഡെവലപ്പ് ദ പെർഫെക്റ്റ് ഹാൻഡ് ഷേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മെറ്റഫോറിക്കലി ആണോ എന്നുള്ളത് ഓക്കെ വി വിൽ അണ്ടർസ്റ്റാൻഡ് ലേറ്റർ. ഈ ഹാൻഡ് ഷേക്കിന്റെ കാര്യം പറയുമ്പോൾ എന്താ വെച്ചാൽ ചില ആൾക്കാര് എവിടെയോ ഈ സോഫ്റ്റ് സ്കില്ലിന്റെ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് ആൾക്കാര് കൈ കൊടുക്കണമെങ്കിൽ നമ്മുടെ കൈയൊക്കെ കുടിച്ചു കളയും. അങ്ങനെ കണ്ടിട്ടുണ്ട്. എക്സൂഡ് കോൺഫിഡൻസ് ആൻഡ് എനർജി. ഇനി ഉള്ളിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിലും കോൺഫിഡൻസ് ആ എയർ കാണിക്കണം, അല്ലെങ്കിൽ പുറത്ത് ഇത് ചെയ്യണം. ഡെവലപ്പ് എ സ്റ്റൈൽ ദാറ്റ് ഗെറ്റ്സ് യു നോട്ടീസ്ഡ്. അപ്പൊ തീർക്ക് കാണിക്കണം എന്നല്ല, പക്ഷെ സം കൈൻഡ് ഓഫ് എ യുണീക്ക് എന്താ പറയാ ഗെസ്റ്ററോ അങ്ങനെയൊന്നുമില്ല, നമ്മൾ സംസാരിക്കുന്നതിലൊക്കെ ഇത് ചെയ്യണം. പേ അറ്റൻഷൻ ടു പേഴ്സണൽ ഗ്രൂമിങ്. അപ്പോ എപ്പോഴും കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്. മേക്ക് ഈച്ച് ഡേ ആസ് കോൺഷ്യൻഷ്യസ് ആസ് ആൻ ഇന്റർവ്യൂ ഡേ. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇന്റർവ്യൂ ഡേയില് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോണേക്ക് മുമ്പ് ചെയ്യണ മതിയാണ്. ബി അട്രാക്റ്റീവ്, പിന്നെ ബി കൂൾ, സ്പീക്ക് വെൽ, റൈറ്റ് വെൽ എന്നാണ് പറയുന്നത്. ഇതാണ് എന്താ പറയാ, ഈ ഇപ്പൊ നമ്മള് കുറെ ആട്രിബ്യൂട്ട്സ് ആണ്, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. ഹാവ് എ പ്ലാൻ. ഓക്കെ. അപ്പൊ അവിടെ എന്താ നോക്കാം. നോ വാട്ട് യു വാണ്ട് ലോങ് ടേം. അതായത് ലോങ് ടേമിൽ നമ്മൾ എന്താ അച്ചീവ് ചെയ്യാൻ വേണം, പക്ഷേ ഇൻ ദ ലോങ് ടേം വി ആർ ആൾ ഡെഡ് എന്നുള്ള ഒരു അടാജ്യം കൂടിയുണ്ട്. അപ്പൊ ഈ ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കൊല്ലം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല, അത് പ്രോക്രാസ്റ്റിനേഷൻ ആയിട്ട് മാറും. മേ ബി ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ ക്വാർട്ടറിലൊക്കെ പ്ലാൻ ചെയ്യണം എന്ന് പറയുന്നത്, ബട്ട് അറ്റ്ലീസ്റ്റ് എൻ ഇയർ ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സ് ഓർ 3 years. പിന്നെ നോ വാട്ട് യു വാണ്ട് ഷോർട്ട് ടേം. ഓക്കെ, അതും ഇവിടെ പറയുന്നുണ്ട്. സ്റ്റഡി ദ പ്രൊമോഷൻ സിസ്റ്റം. ഒക്കെ ഒരു കമ്പനിയിൽ എന്താ പറയാ പ്ലാൻ ഈ എങ്ങനെയാണ് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഓൺ വാട്ട് ക്രൈറ്റീരിയ ഒക്കെ ദേ ആർ ബീങ് ഡൺ. കാരണം അപ്പൊ ഈ ബുക്കിന്റെ പ്രിഫേസ് ഒരു BBC-യുടെ എന്താ പറയാ ഒരാളാണ് ഇത് എഴുതി. പ്രിഫേസ് നമ്മൾ ഫാഗ് എൻഡ് ഓഫ് ദിസ് സെഷൻ നമ്മൾ വായിക്കുന്നതായിരിക്കും. പിന്നെ ഡെവലപ്പ് എ ഗെയിം പ്ലാൻ, അതായത് ഓക്കെ അത് സെറ്റ് ഒബ്ജക്റ്റീവ്സ്, നോ യുവർ റോൾ. സി ഈ കാണുന്ന ഈ ബുക്കിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വെൻ സംബഡി ഫ്രം കേരള tries to apply this, okay, you have to be very careful. കാരണം നിങ്ങളുടെ കൊളീഗ്സ് ഒന്നും ചിലപ്പോൾ ഈ ഒരു വെസ്റ്റേൺ പ്രോട്ടോകോൾ ഓറിയന്റഡ് ആൾക്കാരായിരിക്കണമെന്നില്ല, കുറച്ചും കൂടി എക്സ്പീരിയൻഷ്യൽ ആൻഡ് ബിഹേവിയറൽ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ യു നീഡ് ടു ടേക്ക് ദീസ് ടൂൾസ് ആൻഡ് ടൈലർ ഇറ്റ് ടു യുവർ നീഡ്. അതർവൈസ് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ സായിപ്പിന്റെ മോനാണെന്ന് മുതൽ മറ്റേ നല്ലത് കേൾക്കാം. നോ യുവർ സെൽഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മര്യാദയ്ക്ക് അറിയണമെന്നാണ് പറയുന്നത്. Identify key times and events. If there is no point using all your energy and power when it ain't necessary. അതായത് എന്തോരം എനർജി ഇടണം എന്നുള്ളത് നമ്മള് അതിന്റെ ഔട്ട്കം അല്ലെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ ജഡ്ജ് ചെയ്യാൻ പറ്റണം എന്നാണ് ഇവിടെ പറയുന്നത്. ആന്റിസിപ്പേറ്റ് ത്രെഡ്സ്. ഓക്കെ, അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആന്റിസിപ്പേറ്റ് ത്രെഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഏജന്റിക്ക് AI വന്ന അല്ലെങ്കിൽ ജനറേറ്റീവ് AI വന്നിട്ട് അതർ ഏജൻസ് നിങ്ങളുടെ അടുത്തേക്ക് വരിക, അതൊക്കെയാണ് ഇതിനെ. പിന്നെ ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റീസ്, അതായത് അവസരങ്ങൾ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അതാണ് ഇതിന്റെ ഈ എന്താ പറയുക ഹാവ് എ പ്ലാന്റെ. ഇഫ് യു കാൻ സേ എനിത്തിങ് നൈസ്, ഇത് എന്തെങ്കിലും നൈസ് അല്ലേ. ഇഫ് യു കാൻ സേ എനിത്തിങ് നൈസ് കറക്റ്റ് ആണ്, കാരണം നോബഡി ലൈക്സ് ദ മെസ്സഞ്ചർ ഓഫ് ബാഡ് ന്യൂസ്. അപ്പോ പലപ്പോഴും നമ്മൾ യാഥാർത്ഥ്യം തുറന്നു പറയാൻ പോയി കഴിഞ്ഞാൽ, അപ്പൊ ഇതിൽ പറഞ്ഞ ഡോൺ ഗോസിപ്പ് എന്നാണ് ആദ്യം പറയണേ, ബട്ട് ഇതിനോട് യോജിപ്പൊന്നും എനിക്കില്ല. ഗോസിപ്പിനൊന്നും പ്രശ്നമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡോൺ ഡിച്ച്. മോർണിംഗ് ഈസ് പോയിന്റ്ലെസ്, ഇറ്റ് ഈസ് അൺപ്രൊഡക്റ്റീവ് ആൻഡ് അച്ചീവ്സ് നത്തിങ്. വെറുതെ വെച്ചിട്ടുണ്ടാക്കിയിട്ട് അറിയില്ല. സ്റ്റാൻഡ് അപ്പ് ഫോർ അതേഴ്സ്. സ്റ്റാൻഡ് അപ്പ് ഫോർ അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ സബോർഡിനേറ്റിന് വേണ്ടി സ്റ്റാൻഡ് അപ്പ് ചെയ്യാൻ വേറെ ആൾക്ക് വേണ്ടി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കോംപ്ലിമെന്റ് പീപ്പിൾ സിൻസിയർലി, അത് ഒരു നല്ല അഡ്വൈസ് ആണ്. അതായത് ഇപ്പൊ നമ്മളൊരാളെ ഇഫ് യു ഫീൽ ദാറ്റ് ഓക്കെ വാട്ട് ഹി ഹാസ് ഡൺ ഈസ് നോട്ട് റിമാർക്കബിൾ ഓർ ഇറ്റ് ഈസ് ഓക്കെ ജസ്റ്റ് അനദർ തിങ്, കീപ് ക്വയറ്റ്. ഓക്കെ, ഇഫ് യു കോംപ്ലിമെന്റ് ദം, ഓക്കെ, ഗിവ്
true pat on the back. Be cheerful and positive. Ask questions. ഇതിപ്പോ നമ്മള് ഈ ഫോറിനെ കുറിച്ചാണ് പറഞ്ഞത്. യൂസ് പ്ലീസ് ആൻഡ് താങ്ക് യു. ഓക്കെ, ഇതൊക്കെ കുറച്ച് ഡോണ്ട് സ്വയർ. അതായത് ഈ സ്വയറിങ് ഒരു എന്താ പറയാ, ഈ യു ക്യാൻ സേ വാട്ട് യു വാണ്ട് വെൻ യു ഗെറ്റ് ഹോം ഓർ ഇൻ ദ കാർ ഓൺ യുവർ ഓൺ, ബട്ട് അറ്റ് വർക്ക് യു ഡോണ്ട് സ്വയർ. അതായത് പ്രതിജ്ഞ എടുക്കരുത് എന്നാണ് പറയുന്നത്. ഈ പ്രതിജ്ഞ എടുക്കരുത് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ പരിചയത്തിലെ കുറച്ച് പേരുണ്ട്. അവര് എന്ത് ചെയ്യുന്ന വെച്ചാല് ഏതെങ്കിലും അന്നത്തെ സാഹചര്യത്തിന്റെ പ്രഷറിൽ ഒരു വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. എനിക്ക് വിദേശത്ത് പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടായിട്ടാണ്, അങ്ങനെ കുറെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ, ആ നൈമിഷിക ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു വലിയ ടോൾ ക്ലെയിം നടത്തും. പിന്നെ ആ ക്ലെയിം അത് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ, ഡിഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് പല അവസരങ്ങളും കളയാറുണ്ട്. അപ്പോ ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കോളേജ് പഠിക്കുമ്പോൾ ഒരു അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞ കൂടിയാണ്, എന്തോ SIയോടെ എന്തൊക്കെ ഇതായിരുന്നു. പുള്ളിയാണ് എനിക്ക് പറഞ്ഞത്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് പോലും, കൺസിസ്റ്റൻസി ഈസ് ദ റെഫ്യൂജ് ഓഫ് ഫൂൾസ്. അതായത് ബട്ടർലസിലും പറഞ്ഞിട്ടുണ്ട്, ഓക്കെ, ഐ ആം നോട്ട് വില്ലിംഗ് ടു ഡൈ ഫോർ മൈ ഐഡിയാസ്. അപ്പോ വെൻ ഇറ്റ് ഈസ് വാറണ്ടഡ്, നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് അഭിപ്രായം മാറ്റുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഫോർ എക്സാമ്പിൾ മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ഡു ഇറ്റ്. പിന്നെ ബി എ ഗുഡ് ലിസണർ, അതൊരു നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ഈ ലിസണർ എന്ന് പറഞ്ഞാൽ അല്ല, സ്വയർ മറ്റേ അർത്ഥത്തിലാണെന്നുള്ളതാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. ഏത് സ്വയറാ? മറ്റേ ഈ പ്രതിജ്ഞയാണോ? അല്ല, പ്രതിജ്ഞ അല്ലാന്ന് തോന്നുന്നുണ്ട്. ആണോ? ഒരു മിനിറ്റ് കേട്ടോ. If you know, we will do it. പിന്നെ വേറെ ഏത് ഇതിലാണ്? അല്ല, മറ്റേ തെറി പറയാ ആ ഒരു ലെവലിലാണ്. ഓ, അതായത് മറ്റേ ഗാലി കൊടുക്കരുതെന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണം എന്നുള്ള ലെവലിലാണെന്ന് തോന്നുന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. You can say what you want when you get home or in the car on your own, but at work you don't swear. അപ്പോൾ ഞാൻ ആ രീതിയിൽ എടുത്തത്. അപ്പോൾ you might be correct. Okay, thank you. അല്ല, ഞാനത് പാരലൽ സ്കീം ചെയ്ത് നോക്കിയിട്ടാണ് പറഞ്ഞു. അല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ this is the book means what you said. പക്ഷേ ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഓക്കെ, ബി എ ഗുഡ് ലിസണർ. താങ്ക് യു. അതായത് സംസാരിച്ചോട്ടെ, ഇപ്പൊ ഇങ്ങനെ ഓൺലി സ്പീക്ക് സെൻസ്. ഓക്കെ, ഈ നോൺ സെൻസ് സംസാരിക്കാൻ മറ്റേ അക്രോസ് ദ കോഫി ടേബിൾ ഒക്കെ കുഴപ്പമില്ല. അപ്പൊ ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ് ആണ്, സെൽഫ് പ്രിസർവേഷൻ ആണ്. നോ ദ എത്തിക്സ് ഓഫ് യുവർ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിയുടെ ഒരു എത്തിക്സ് ഓഫ് ദ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നത്, കാലഘട്ടത്തിന് ഒരു കാബഡിയുണ്ട്, കാലഘട്ടത്തിന്റെ കോപ്പറായുണ്ട്. അപ്പോൾ അതേതാണെന്ന് ജഡ്ജ് ചെയ്തിട്ട് അവിടെയാണ് ബേസ് റേറ്റ് ചെയ്യേണ്ടത്. അതെ, നമ്മളൊരു പെർഫെക്റ്റ്ലി മോറൽ ബീയിങ് ഒക്കെ ആവാൻ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ഔട്ട് ഓഫ് സിങ്ക് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി ക്രൗഡ്. നോ ദ ലീഗാലിറ്റീസ് ഓഫ് യുവർ ഇൻഡസ്ട്രി. അപ്പോൾ നമ്മൾ എത്തിക്സ് മാത്രമല്ല, അതിന്റെ പ്രാക്ടിക്കൽ പ്രാക്ടീസ് മാത്രമല്ല, അതിന്റെ എന്താ പറയുക, നിയമപരമായ കുരുക്കളും സെറ്റ് പേഴ്സണൽ സ്റ്റാൻഡേർഡ്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെവർ ലൈ. ഓക്കെ, ഈ ഛേദമില്ലാത്ത നുണയോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് നുണ പറയേണ്ടി വരും. അപ്പൊ എക്സാജറേഷനും നുണയും തമ്മിലുള്ള ഒരു ബൗണ്ടറി ആരും കറക്റ്റായിട്ട് നിർവഹിക്കാത്തത് കാരണം ഈ ലൈ എന്നോട് ഉദ്ദേശിക്കുന്നത്, ഇഫ് യു പ്രോമിസ് സംതിങ് ആൻഡ് യു ആർ ഷുവർ ദാറ്റ് യു കനോട്ട് ആക്ച്വലി യു കാണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങളൊരു പലചരക്കടയിൽ സാധനം വാങ്ങിക്കാൻ പോയി, പഞ്ചസാര ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല അവിടെ. അപ്പൊ അയാൾ ബാക്കിൽ കൂടി പോയിട്ട് അടുത്ത കടയിൽ നിന്ന് കൊണ്ടു വരുന്നത് നുണയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പഞ്ചസാര തരാന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ്ടിരിക്കുന്നതാണ് ലൈ. അതായത് ഇഫ് യു പ്രോമിസ് സംതിങ് യു ഷുഡ് ബി ഏബിൾ ടു എക്സിക്യൂട്ട് എന്നാണ്. യു ആർ അലൗഡ് ടു ടോക്ക് അപ്പ് യുവർ ക്വാളിറ്റീസ് ഓർ സ്കിൽസ് ഓർ എക്സ്പെർട്ടൈസ്, ജസ്റ്റ് ഡോണ്ട് ആക്ച്വലി ടെൽ എ ലൈ. അപ്പൊ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഉള്ളത് പറയാം, അങ്ങനെ ഇല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഡെലിവറി ചെയ്യാതിരിക്കരുതെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെവർ കവർ അപ്പ് ഫോർ എനിവൺ എൽസ്. ഇഫ് യു ട്രൈ ടു കവർ അപ്പ്, ഓക്കെ, പെർഹാപ്സ് ഒക്കെ നിങ്ങളായിരിക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി. കീപ് റെക്കോർഡ്സ്. ഓക്കെ, ഈ കീപ് റെക്കോർഡ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ സം പീപ്പിൾ ഗോ ടു the extra mile that, okay, തെളിവെടുപ്പുണ്ടെങ്കിലേ തെളിവുണ്ടായിട്ട് കാര്യമുള്ളൂ. തെളിവെടുപ്പില്ലാത്ത സ്ഥലത്ത് എന്തിനാ തെളിവെടുത്ത് വെക്കണം എന്നുള്ളൊരു പ്രോബ്ലം കൂടി അവിടെയുണ്ട്. കീപ് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ
you will be always in a stable state. Know the difference between the truth and the whole truth. Okay. അതായത് ഈ have a 360-degree view എന്ന് ആണ് അതിന്റെ ഇംപ്ലിക്കേഷൻ. കൾട്ടിവേറ്റ് യുവർ സപ്പോർട്ട് കോൺടാക്ട്സ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഷുവർ ആയിട്ടും ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് മോട്ടീവ്സ്. അപ്പൊ എന്താണ് ഓരോരുത്തർക്ക് വേണ്ടത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് സംബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് റിച്ച് ഓർ മണി, അത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അവിടെ ആ രീതിയിൽ പല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ട് വിൽ ബി ഏബിൾ ടു സീ achieve our objective. Perhaps some people will be looking for position. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് will be able to preserve ourselves എന്നാണ് പറയുന്നത്. Assume everyone else is playing by different rules. അതായത് എല്ലാവരും നമ്മളും കളിക്കുന്ന റൂൾ അല്ലെങ്കിൽ നമ്മുടെ മോറൽ കോമ്പസിന്റെ ഉള്ളിലാണെന്നുള്ളത് വിശ്വസിക്കരുത്. അപ്പൊ ഇനി നമുക്ക് റൂൾ നമ്പർ 6 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോ ദ കോർപ്പറേറ്റ് കൾച്ചർ. ഓക്കെ, അത് ഭയങ്കര നോ ദ കോർപ്പറേറ്റ് ആൻഡ് നോ ദ കോർപ്പറേറ്റ് കൾച്ചർ ആസ് വെൽ. അപ്പൊ കോർപ്പറേറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുള്ള ഒരു കോർപ്പറേറ്റിന്റെ ടെംപ്ലേറ്റ്. അപ്പൊ അങ്ങനെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് ഇവോൾവ് ചെയ്ത് വന്നപ്പോ ഈ കോർപ്പറേറ്റിൽ കുറെ അസംഷൻസ് ഒക്കെ ഉണ്ട്, അതിനെ കുറിച്ച് അറിയണം. പിന്നെ നിങ്ങളുടെ കമ്പനിയുടെ യു ഡോണ്ട് ഹാവ് ടു ബൈ ഇൻ ടു കോർപ്പറേറ്റ് കൾച്ചർ, യു ഡോണ്ട് ഹാവ് ടു ബിലീവ് ഇൻ ഇറ്റ്, ആൾ യു ഹാവ് ടു ഡു ഈസ് ടു ഫിറ്റ് ഇൻ. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതായത് കമ്പനിയുടെ പ്രിവെയിലിംഗ് കൾച്ചറിനോട് നിങ്ങൾ എന്താ പറയാ, അതിലോട്ട് നിങ്ങൾ കൂടുതൽ ഇത് കാണിക്കേണ്ടതില്ല, അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ബ്ലെൻഡ് ഇൻ അല്ലെങ്കിൽ അതിലോട്ട് അലൈൻ ചെയ്തില്ലെങ്കിൽ യുൽ ബി അണ്ടർ ട്രബിൾ എന്നാണ്. സ്പീക്ക് ദ ലാംഗ്വേജ്. ഓക്കെ, കോർപ്പറേറ്റ് ലിംഗോ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെയിൽസിന് അതിൻ്റെതായ ലിംഗോ ഉണ്ട്, മാർക്കറ്റിങ്ങിന് അതിൻ്റെതായ ലിംഗോ ഉണ്ട്, ഫിനാൻസ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ലിംഗോ. അപ്പൊ ഓരോ ബിസിനസ് ഫംഗ്ഷൻസിനും അതിന്റെ ലിംഗോ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോസ്റ്റ് ആർബിട്രാജ്, ഒരു ടേം വിച്ച് ഈസ് യൂസ്ഡ് ഇൻ IT. അത് അതിനെക്കുറിച്ചൊക്കെ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു you'll be in an embarrassing position if you ask the meaning of the term corporate അല്ലെങ്കിൽ റുപ്പി ഡോളർ ആർബിട്രാജ് എന്ന് പറയും. പിന്നെ ഫോർ എക്സാമ്പിൾ ഔട്ട്കം ബേസ്ഡ് സർവീസസ്, T&M, അങ്ങനെ എല്ലാ ഓപ്പറേഷൻസിനും ഇതിനൊക്കെ ഷോർട്ട് ഫോംസും മറ്റേതൊക്കെ ഉണ്ട്. അപ്പൊ സ്പീക്ക് ദ ലാംഗ്വേജ്. ഇഫ് ദേ ആൾ യൂസ് ഗീക്കി ലാംഗ്വേജ് ദെൻ യു ടു മസ്റ്റ് യൂസ് ഇറ്റ്. ആൾക്കാർ ഗീക്കാണ് ഇപ്പോൾ പ്രോഗ്രാമിങ്ങിൽ. മൊണാഡ്, അപ്ലിക്കേറ്റീവ്സ്, അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റേറ്റ്ലെസ് സിസ്റ്റം, അങ്ങനെയൊക്കെ ടേംസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുക. ഡ്രസ് അപ്പ് ഓർ ഡൗൺ അക്കോർഡിംഗ്ലി. ഓക്കെ, അതായത് ഇപ്പൊ കാഷ്വൽ ആണെങ്കിൽ യു ഷുഡ് ബി ലൈക്ക് ദം. ഓക്കെ, ഡോണ്ട് ഗോ in a formal manner, then you'll be a joker there, and the vice versa. Be adaptable in your dealings with different people. അതായത് നമുക്കൊരു canonical approach towards every human being പറ്റില്ല. അത് know where to hang out and when, ആരുടെ കൂടെ ഇത് ചെയ്യണം, പിന്നെ എപ്പോ. അതായത് ഈ ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ സ്മോക്കിങ്, ഡ്രിങ്ക്സ്, ഇത് ഇല്ലെങ്കിൽ കോർപ്പറേറ്റിൽ ഗ്രോത്ത് കിട്ടില്ല എന്നൊരു പൊതുവെ കാര്യമുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ബി വില്ലിങ് ടു, ഇപ്പൊ സ്മോക്കിങ് നിങ്ങൾ സ്മോക്ക് ചെയ്യേണ്ട കുറച്ച് പാസീവ് സ്മോക്കിങ് ഇതാണെങ്കിൽ ഈ ഇങ്ങനത്തെ ബാറിലും കമ്പനിയുടെ പുറത്തുമാണ് മിക്ക ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ അത് വേണം. അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യൽ പ്രോട്ടോകോൾസ്. ഓക്കെ, ഒരു പാക്കിംഗ് ഓർഡർ ഉണ്ട്, പിന്നെ അവിടെ വാട്ട് യു ആർ സപ്പോസ് ടു ഡു. ഇപ്പം എന്താ പറയാ, നിങ്ങളൊരു ബുഫേ ലഞ്ചുള്ള ഒരു സ്ഥലത്ത് പോയി ജസ്റ്റ് ബിക്കോസ് അവിടെ കുറെ കൂട്ടുണ്ടെന്ന് പറഞ്ഞെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ലുക്ക് ഓക്വേർഡ്. ഓഫ് കോഴ്സ് ദീസ് സോഷ്യൽ പ്രോട്ടോകോൾസ് മേ ബി ഒബ്വിയസ്, ദ ഇമ്പോർട്ടന്റ് തിങ് ഈസ് ടു ഐഡന്റിഫൈ ദം, ഫയൽ ദ മേവി. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ എക്സാക്ട് മനസ്സിലായില്ല. ഫയൽ ദ മേവി എന്ന് പറയാം, ഐഡിയ ഉണ്ടോ? ഫയൽ ദ മേവി എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഓക്കെ, ഫയൽ ദ മേവി. മറ്റേ file away is a phrasal verb which means to store documents in an organized way. Documents in an organized way സ്ട്രക്ചർ ചെയ്ത് കീപ്പ് ചെയ്യാം എന്നുള്ള അർത്ഥം തന്നെയാണ്. ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഒരു ട്രേറ്റ് ആയിട്ട് വെച്ചാണ് അല്ലേ? Now the rules about authority. I have worked for companies where the real power resided in the hands of a
PR consultant, a legal secretary, an auditor, a customer, and a O. അതായത് ആരാണ് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഈ ചില കമ്പനികളിലെ ഈ സപ്പോർട്ട് ആൾക്കാരായിരിക്കും. ഇപ്പൊ എന്താ പറയുക, ട്രാവൽ ഡെസ്ക് ഒക്കെ ആയിരിക്കും ഭയങ്കര പവർഫുൾ, മനസ്സിലായില്ലേ? അപ്പൊ അവന്മാരൊക്കെ ഇല്ലെങ്കിൽ ചിലപ്പോ അപ്പൊ അങ്ങനത്തെ know the rules about authority, know the rules about the office hierarchy. Office protocols and hierarchies are old-fashioned, petty, small-minded, outdated, and yet still very much with us. അതായത് ഫോം ഓൺലിയാ. ഓക്കെ, അതിപ്പോ ഷുഗർ സ്കേപ്പ് എന്നുള്ളൊരു എക്സ്പെരിമെന്റ് നടത്തി. അപ്പൊ ഈ എന്താ പറയാ, കൂടുതൽ അവിടെ ഹൈറാർക്കി ഈ ആൻസോ ഇത് ഷുഗർ സിമുലേഷൻ ആണ്. ഓക്കെ, ഈ മറ്റേ ഷുഗർ ഗ്യാദർ ചെയ്യാനാണ് ഓരോ ജീവിയുടെ പണി. കുറെ കഴിഞ്ഞപ്പോ അവിടെ ഒരു ഹൈറാർക്കി ഉണ്ടായി വന്നു എന്നാ പറയണേ. അപ്പൊ ഹൈറാർക്കി ക്യാപിറ്റലിസത്തിന്റെ പ്രോബ്ലം അല്ല, എവിടെ ഹ്യൂമൻസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ള ആ ആർഗ്യുമെന്റിൽ അതായിരിക്കും. നെവർ ഡിസപ്രൂവ് ഓഫ് അതേഴ്സ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദ ഹേർഡ് മെന്റാലിറ്റി. അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഹേർഡ് മെന്റാലിറ്റി ആണ് അഡ്വർടൈസിങ് അങ്ങനെയുള്ള സ്ഥലത്ത്. അതായത് ഇപ്പോ ഏതെങ്കിലും പുതിയ സിനിമ വന്നുണ്ട്, ആദ്യത്തെ 1000 പേര് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് നല്ലതെന്ന് പറയും. ജസ്റ്റ് ബിക്കോസ് ഐ സേ യു വോണ്ട് ടു blend, it doesn't mean you have to give up your identity or become a clone or lose all sense of your individuality. അതായത് ഹേർഡിന്റെ ഒപ്പം നാടോടുമ്പോ നടുവേ ഓടണമെന്ന് പറഞ്ഞാലും അത് ഐഡന്റിറ്റി കളയാനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ പ്രൊആക്റ്റീവ് ആവണം എങ്ങനെ, അതായത് ഹാവ് എ പ്ലാനും ആക്ട് ആൻഡ് 1 step ahead ചിലപ്പോ ഒരേമാതിരിയാന്ന് വിചാരിക്കാം, പക്ഷെ dress 1 step ahead. You may choose what job you want. Now you can choose to dress like that job. Then you will get that job. അതായത് ഓരോ അതായത് ലിറ്ററൽ ഡ്രസ്സിംഗ് ആയിരിക്കില്ലല്ലോ ഉദ്ദേശിക്കുന്നത്, ഒരു മെറ്റഫോറിക്കൽ. പക്ഷെ ഇവിടെ അതായത് 2 രീതിയിലെടുക്കാം. ടോക്ക് 1 step ahead. Be focused and dynamic. Keep personal details to yourself. Bosses don't chatter or gossip about their social lives. Act 1 step ahead. ഇത് കുറെ നേരത്തെ പറഞ്ഞ ഈ എന്താ പറയാ ഐറ്റം നമ്പർ 3 അതിനൊക്കെ ഒരു 1 step, അത് ആക്ഷൻ ലെവലാണ്, മറ്റേത് കുറച്ചുകൂടി സ്ട്രാറ്റജി ലെവലാണ്. Think 1 step ahead. Address corporate issues and problems. If the company suggests a new procedure, immediately think how it affects your customers and not you. അതായത് ഈ കസ്റ്റമേഴ്സിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നത്, അവിടെ നിന്നുള്ള റിപ്പിൾ എഫക്റ്റിലേക്ക് ചിലപ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറുന്നത് പഠിപ്പിക്കേണ്ടത്, നമുക്ക് എങ്ങനെയാണെന്നുള്ളതായിരിക്കില്ല എന്ന് ആ സിസ്റ്റത്തിൽ നിൽക്കാൻ പറ്റില്ല എന്നായിരിക്കും. ടോക്ക് ഓഫ് വി റാദർ ദാൻ ഐ, ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും ആൾക്കാരായിട്ട് അറ്റ്ലീസ്റ്റ് കോർപ്പറേറ്റിലെ ഒരു പർട്ടിക്കുലർ ലെവലിൽ മുകളിൽ വരുന്നവർക്ക് ഒരു ഐ തിങ്കിങ് കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈ മേ ബി ദാറ്റ് വിൽ ബി ഗുഡ് ഇൻ ദി ഇനിഷ്യൽ ഡേയ്സ്, ബട്ട് അറ്റ് സം പോയിന്റ് ഇൻ ടൈം ഒരു കളക്റ്റീവ് ഒരു എന്താ പറയാ ഒരു അപ്രോച്ച് ഉള്ളത് നല്ലതാണ്. വാക്ക് ദ വാക്ക്. യു ഹാവ് ഗോട്ട് ടു ബിക്കം whoever and whatever it as you aspire to be. Okay, അതായത് ഇപ്പൊ എന്താ, യു ഹാവ് ടു ബിക്കം whoever and whatever it is you aspire to be. നമ്മളെ ഈ എന്താ പറയാ ട്വീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്പെൻഡ് മോർ ടൈം വിത്ത് സീനിയർ സ്റ്റാഫ്. ഗെറ്റ് പീപ്പിൾ ടു അസ്യൂം യു ആർ ഓൾറെഡി മെയ്ഡ് ദ സ്റ്റെപ്പ്. പ്രിപ്പയർ ഫോർ ദ സ്റ്റെപ്പ് ആഫ്റ്റർ നെക്സ്റ്റ്. ഓക്കെ, ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് അതിന്റെ കോൺസിക്വൻസ് എന്താന്നുള്ളത് ഇതിനെ അവിടെ ചെയ്യണുള്ളൂ, അല്ല അവിടെ പത്തണമുണ്ട്. കൾട്ടിവേറ്റ് ഡിപ്ലോമസി. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ഇൻ ടൈംസ് ഓഫ് കാം. ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് ഒരു ഓക്കെ, അത് ഐസ് ബ്രേക്ക് ചെയ്യും. അത് മാത്രമല്ല പലപ്പോഴും ഇഫ് യു ആർ ഏബിൾ ടു ആർട്ടിക്കുലേറ്റ് ഇറ്റ് ഇൻ എ ഡിപ്ലോമാറ്റിക് മാനർ, ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ break the ice. Don't take sides. Okay, know when to keep your opinions to yourself. That even if okay you feel that something ought to be done, but if the tide is going other way, okay, the real reasons for expressing an opinion is because you have been asked to. അത് ചോദിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് കീപ് ക്വയറ്റ്, അതായത് ഓർ ടെൽ ഓക്കെ വാട്ട് ഈസ് ഇൻ വോഗ്. ആരാണോ ഇപ്പൊ വയലിൻ റോം ബി എ റോമൻ. ബി കൺസീലിയേറ്ററി. ഓക്കെ, അത് റീകൺസിലിയേഷൻ അല്ലെങ്കിൽ കൺസിലിയേഷൻ അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ട്രേറ്റ് ആണ്. അതായത് ബൈ അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ വാട്ട് ഈച്ച് പേഴ്സൺ ഇസ് ലുക്കിംഗ് ഫോർ, അവരായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നെവർ ലോസ് യുവർ ടെമ്പർ. ഓക്കെ, അത് പലപ്പോഴും ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ പോയിട്ട്
വല്ല എന്താ പറയാ ബോക്സിങ് പഞ്ചിങ് ബാഗ് തീർക്കുക. നെവർ ഗെറ്റ് പേഴ്സണൽ. അതൊക്കെ പറയാൻ പറ്റുമെങ്കിലും ഓക്കെ. ഗെറ്റിംഗ് പേഴ്സണൽ വിൽ ഗെറ്റ് യു സാക്ഡ് അറ്റ് വേഴ്സ് ആൻഡ് ലോസ് യുവർ റെസ്പെക്ട് ആൻഡ് ഫ്രണ്ട്സ് ഒക്കെ. അതായത് ആഡ് ഹോമിനെ അറ്റാക്ക് ചെയ്യേണ്ടതായിരിക്കും. നോ ഹൗ ടു ഹാൻഡിൽ അതർ പീപ്പിൾസ് ആങ്കർ. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു സി കീപ് ക്വയറ്റ് if possible, but if you speak something, okay, you should be willing to vouch for it. അല്ലെങ്കിൽ അത് ഇതാണ്. Be objective about the situation. However, before you react, think to the long term plan. നമ്മുടെ പ്ലാന്റെ മാത്രമല്ല, ബി ഒബ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് സി ആസ് എ മെമ്പർ ഓഫ് എനി കമ്പനി, ഓക്കെ, ദർ ഇസ് എ സ്പെസിഫിക്കേഷൻ ഓർ എ സെറ്റിംഗ്. അതിനനുസരിച്ചൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ kind of an agency, clustering of functions to some kind of an agency. ആ ഏജൻസിയിലേക്ക് ഏജന്റ് ബൈൻഡ് ചെയ്യണം. ദാറ്റ്സ് ഹൗ വി ടേക്ക് ആക്ഷൻ ആൻഡ് ദെൻ വി ടേക്ക് ആക്ഷൻ. അപ്പൊ ആ ഏജൻസ് നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ എങ്ങനെ വേണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എന്നാൽ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല. പുട്ട് തിങ്സ് ഇൻ പെർസ്പെക്റ്റീവ്. യു ഹാവ് ടു ലേൺ ടു സ്വിച്ച് ഓഫ്, റിലാക്സ്, നോട്ട് ടു ടേക്ക് ഇറ്റ് സോ സീരിയസ്ലി, എൻജോയ് ഇറ്റ് മോർ. പുട്ട് തിങ്സ് ഇൻ ടു പെർസ്പെക്റ്റീവ്. അതായത് ഇപ്പൊ നമ്മൾ നെഗോഷിയേഷനും ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ we should be able to see things in perspective so that we will be able to put things in perspective. Know the system and milk it. Know all the unspoken rules of office life. അതായത് ഹിഡൻ റൂൾസ് ഉണ്ട്. അതായത് ഇപ്പൊ മിക്ക കോർപ്പറേറ്റ്സും പഴയ മറ്റേ നാട്ടുപ്രമാണികളുടെ ഇല്ലമായിരിക്കാം. അവിടെ പല കാര്യങ്ങളുണ്ടാവും. അവിടെ നമ്മൾ നോക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. പക്ഷെ മൂമെന്റ് നമ്മൾ സംഭാരത്തും എന്തെങ്കിലും കൈവയ്ക്കുമ്പോൾ അപ്പൊ അവിടുത്തെ ആള് വരും. Know what to call everyone. Okay. Know when to stay late and when to go early. Okay. അത് ബോസ് തന്നെ ദിവസമൊക്കെ ഇത്തിരി വൈകി. ഇപ്പൊ ചില ആൾക്കാരുണ്ട് ഉച്ചയ്ക്ക് ഓഫീസിലെത്തുള്ളൂ, ബട്ട് ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഓക്കെ വളരെ ലേറ്റ് ആയിട്ട് പോവാ. ആൻഡ് സച്ച് പീപ്പിൾ ആർ ആക്ച്വലി ടേക്കൺ എന്താ പറയാ ഓർ പ്രൊമോട്ടഡ് സിസ്റ്റമാറ്റിക്കലി. നോ ദ തെഫ്റ്റ് ഓർ പെർക്സ് റൂൾ. ഐഡന്റിഫൈ ദ പീപ്പിൾ ഹു കൗണ്ട്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വെൻ യു എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ്, ഓക്കെ, ഈ പക്ഷെ അപ്പൊ അതിനെ ആൾക്കാർ പറയും ഓക്കെ ആളുകളവനെ അപ്പൻ വിളിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഐ തിങ്ക് ഇറ്റ് ഈസ് be on the right side of the people who count. Okay, അതായത് pick battles and don't be on the wrong side with your superiors. Okay, definitely അവർ നിങ്ങളെ വെള്ളം കുടിപ്പിച്ചിരിക്കും. be well up on new management techniques. Okay, അപ്പോൾ ഹാർവർഡ് ബിസിനസ് റിവ്യൂ ഒക്കെ വായിച്ച് ഈ ഹാർവർഡ് ബിസിനസ് റിവ്യൂല് പറയുന്നതൊന്നും ചിലപ്പോൾ കറക്റ്റ് ഒന്നും ആവണമെന്നില്ല. പക്ഷെ അത് കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ ചുറ്റുള്ളതുകൊണ്ട് ഇത് ചെയ്യുക. നോ ദ അണ്ടർ കറൻസ് ആൻഡ് ഹിഡൻ അജൻഡാസ്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Know the favorites and cultivate them. Know the mission statement and understand it. Okay, vision, mission അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. Handle the opposition. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ ഐഡന്റിഫൈ ദ ഒപ്പോസിഷൻ. അത് വേറൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ ഈ ഇഫ് യു ലുക്ക് അറൗണ്ട്, ഓക്കെ, എനിമീസിനെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാനും തേടി പിടിക്കാനൊക്കെ നമുക്ക് പറ്റും. പക്ഷെ അതായത് നമ്മൾ ആരെയാണോ ഒപ്പോസിഷനെ ഐഡന്റിഫൈ ചെയ്യണേ അവരെ ഒപ്പോസ് ചെയ്തുകൊണ്ടോ അവരെ ചലഞ്ച് ചെയ്തുകൊണ്ടോ നമുക്ക് എന്തെങ്കിലും ഓർഗനൈസേഷനിൽ നമ്മുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനേ അതിന് പോകാൻ പാടുള്ളൂ. സ്റ്റഡി ദം ക്ലോസ്ലി, ഓഫ് കോഴ്സ്. അപ്പോൾ അതിൻ്റെ ഡെമോഗ്രാഫി കമ്പോസിഷൻ, ലീഡറിന്റെ ഇതെന്താണ്, എന്താണ് ഗ്രൂപ്പിൽ സ്ട്രേഞ്ച് ബെഡ് ഫെലോസ് ആണ് ചിലപ്പോൾ ഒരുമിച്ച് വരിക. അപ്പോൾ എന്താണ് അവരെ ഇത് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് അറിയാം. ഡോൺ ബാക്ക് സ്റ്റാബ്. യു വിൽ നോട്ട് ടേക്ക് ഔട്ട് ദ ഒപ്പോസിഷൻ ബൈ അൺലോഫുൾ മീൻസ്. ബാക്ക് സ്റ്റാബ് ചെയ്തിട്ട് കാര്യമില്ല. നോ ദ സൈക്കോളജി ഓഫ് പ്രൊമോഷൻ. ഓക്കെ, ഡോണ്ട് ഗീവ് ടു മച്ച് അവേ. അതായത് സിഗ്നൽ ചെയ്യണം എന്നാ പറയണേ. ഇനഫ്. ഓക്കെ, യു ഡിസ്ക്ലോസ് ഇനഫ് എന്നാ പറയുന്നത്. കീപ് യുവർ ഇയർ ടു ദ ഗ്രൗണ്ട്. ഓക്കെ, അതായത് എ ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് ഗെറ്റ് എനിവെയർ വിത്ത് ദെയർ ജോബ് ബിക്കോസ് ദേ സ്പെൻഡ് ഫാർ ടു മച്ച് ടൈം ഡൂയിങ് ദെയർ ജോബ്. അതായത് ഈ എന്താ പറയാ വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ എന്താ പറയാ ചുറ്റും നടക്കുന്നതിന് എന്താ പറയാ ഈ അതിപ്പോഴും ഈ ബുദ്ധിമാന്മാരുടെ കുഴപ്പമാണ്. അതായത് ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തി, ഓക്കെ, 10 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കുന്നത് ഒരു ബുദ്ധിമാൻ കൊല്ലം കൊണ്ട് 15 കൊല്ലം കൊണ്ട് മനസ്സിലാക്കുന്ന പ്രതിഭാസത്തെയാണ് ജീവിതം എന്ന് വിളിക്കണേന്ന് ഞാൻ പറയാറുണ്ട്. Okay, അതായത് ഫോർ എക്സാമ്പിൾ ഈ പീപ്പിൾ ആർ സ്മാർട്ട്
sometimes end up doing too much bogged down in what they are supposed to do. അവര് ചുറ്റും ഈ ഡോൺ ഗോസിപ്പ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇതൊക്കെ പ്രശ്നമുണ്ട്. അതായത് ചിക്ചാറ്റ് മറ്റേയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ്സ് അറിയാൻ പറ്റും. മേക്ക് ദ ഒപ്പോസിഷൻ സീം ഇർറിപ്ലേസബിൾ. യുവർ ബോസ് ഈസ് യുവർ കസ്റ്റമർ, യുവർ കൊളീഗ്സ് ആർ ദ കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോ എന്തെങ്കിലും ഒരു USP നമുക്ക് ഉണ്ടായിരിക്കണം. എന്താ പറയാ, don't damn the opposition with faint praise. Okay, capitalize on career enhancing moments. There are no bad jobs, only bad attitude to jobs. Cultivate the friendship and approval of your colleagues. Okay, അത് ഇൻഡസ്ട്രിയൽ റെപ്യൂട്ടേഷൻ വേണം. പോകുന്ന സ്ഥലത്ത് ചാമിങ് ആയിരിക്കണം എന്നല്ല, പക്ഷെ we should be able to adjust to your environment. അപ്പോ ഇതാണ് ഈ ബുക്കിന്റെ രത്ന ചുരുക്കം. അതില് ഒരു 100 സബൈറ്റത്തില് ഒരു 60 അർത്ഥം കറക്റ്റ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ബുക്ക് ഇതൊരു റൂൾ ബുക്ക് മാതിരിയാണ്. ഇത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ് ഡൈജസ്റ്റ് ചെയ്യേണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഐ തിങ്ക് വി ഹാവ് ആക്ച്വലി ടോക്ക് ദ ഗസ്റ്റ് ഓഫ് ഇറ്റ്. നൗ ദ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ഓരോ റൂൾ ബൈ റോൾ ആയിട്ട് ചെയ്യാം. ബാക്കി ഒരു ടോക്കിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. വൈശാഖ് എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നത്? അല്ലേ കേൾക്കുന്നില്ല? ഹലോ, പറഞ്ഞു വാക്ക് ദ ടോക്ക്. അതെങ്ങനെയാണ്? ഇല്ല, അല്ല വൈശാഖം മ്യൂട്ടാണെന്ന് തോന്നുന്നു. വാക്ക് ദ ടോക്ക് എന്താണ്? മറ്റേ വാക്ക് ദ ടോക്ക് ഇത് പുള്ളി അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഏതെങ്കിലും റോൾസ് ഉണ്ടോ? അതായത് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ചെയ്യാണ്ടിരിക്കാൻ അടിച്ച് രക്ഷപ്പെടാൻ പറ്റുന്നത് അങ്ങനെയല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയാണ് ഞാനാണെങ്കിൽ അത് ഇങ്ങനെ ചെയ്തേനെ എന്ന് പറഞ്ഞാന്ന് വെച്ചോ, ഫോർ സം റീസൺ അയാൾ അവധിക്ക് ചെയ്യുന്നതാണ്. അവധിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ജോബ് റെസ്യൂം ചെയ്യേണ്ട പണി നമുക്ക് ആയി കഴിഞ്ഞാൽ പണിയാവില്ലേ? അതാവും. അല്ല, അതിപ്പോ ഞാൻ പറയട്ടെ, ഒരു വെസ്റ്റേൺ കോർപ്പറേറ്റിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് അത് ചെയ്യില്ല. ഇപ്പൊ നമ്മളവിടെയാണ് ഇങ്ങനെ ഒരു അവസരം വരുമ്പോ ചിലപ്പോ അങ്ങനെ പറ്റാം. ലൂസ് സ്റ്റോക്ക് ഒക്കെ നടത്തിയാല് ചിലപ്പോ കമ്പനിയുടെ മറ്റേ വാളിന് പുറത്തായിരിക്കും നടത്തിയിട്ടുണ്ടാവുക. മനസ്സിലായി. അല്ല, ഞാനത് സ്കിന്നിൻ്റെ ഗെയിമായിട്ടാണ് ടാഗ് ചെയ്തത്. അപ്പോൾ അല്ല, ഇപ്പൊ സ്കിന്നിന്റെ ഗെയിം ഉള്ള സ്ഥലത്തെ നമുക്ക് ടോക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാത്ത സ്ഥലത്ത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ we are not forced to, or warranted to speak, അല്ലേ? Unless somebody asks, solicited input solicit ചെയ്യണമെങ്കിൽ of course ഇതുണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അത് ഈ മറ്റേത് ഈ ക്ലയന്റിന് ഓവർ പ്രോമിസ് ചെയ്തിട്ടേ അത് പണിയാൻ ശരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയല്ല. രണ്ടാമത്തെ കക്ഷി had all the good words about the first കക്ഷി. പക്ഷെ ഫസ്റ്റ് കക്ഷി അവസാനം ആയി കഴിഞ്ഞപ്പോ എന്താ വെച്ചാൽ ആൻഡിനെ കുറിച്ച് പറഞ്ഞു, മനസ്സിലായില്ലേ? ആൻഡ് ഡസ് ദ വർക്ക് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്റെ രണ്ടാമത്തെ പുള്ളി ആൻഡ് ആക്കി മാറ്റി, ഈകള്. ഞങ്ങളൊക്കെ ക്രോ ആയി. അല്ല, നടന്ന ഞാൻ ഒരിക്കലും അത് ശരി. ഓർമ്മയുണ്ട് സാറാ കഥ പറയുന്നത്, പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ എന്തോ ഉണ്ടായിട്ടില്ലേ? അതെ അതെ. അയ്യോ, മറ്റേ പുള്ളിക്ക് വട്ടായി. ഞാൻ അയമൻ ആൻഡ് പെറുപെറുക്കുകയൊക്കെ ചെയ്ത്. അല്ല, പുള്ളി പറഞ്ഞാൽ മതിയാ. പുള്ളി മറ്റേ ഫൈനലി കമ്പനി കിട്ടിയത് പുള്ളിയുടെ ആയിട്ടുണ്ടായി. ഇവൻ 2 കൊല്ലം ആ പ്രൊജക്റ്റ് തോന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കിട്ടിയാ
അതായത് അതായത് എക്സിസ്റ്റിംഗ് വെണ്ടറിന്റെ ഗ്യാപ്പ് അനലൈസ് ചെയ്യാൻ പോയതാ. പക്ഷെ അപ്പൊ ഫൈനലി അവിടെ ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവര് ഗസ്റ്ററൊക്കെ അതൊരു കിനക്റ്റിനൊക്കെ മറ്റേ മൈക്രോസോഫ്റ്റിന് കിനക്റ്റ് ഉണ്ടായില്ലേ, കിനക്ട് ഡിവൈസ്, അതിന്റെ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ ഗസ്റ്റർ യു എ ഒക്കെ ആയിരുന്നു. അപ്പൊ മരിയ ഷറപ്പോവയൊക്കെ ടെന്നീസ് റാക്കറ്റ് ഒക്കെ പിടിക്കില്ലേ, അതേമാതിരിയുള്ള ടേബിൾ ടെന്നീസിന് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ വളയുമ്പോ എങ്ങനെ സ്ക്രീനിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഇവര് പറയണേ, മനസ്സിലായ? അപ്പൊ അത്രയ്ക്ക് അപ്പൊ അത് റിയൽ ടൈമിൽ അത് ചെയ്യാൻ പറ്റില്ല, വെടിയിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ചെയ്യാന്നുള്ള പ്രോമിസ് കൊടുത്ത് എങ്ങനെ ഉണ്ടാവും? അതായത് അവര് മത്സരിക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും, ആരാണ് ഈ എന്താ പറയാ കേമെന്നുള്ളത് പിടികിട്ടിയ. അപ്പൊ എൻഗേജ്മെന്റ് സ്റ്റേക്ക് ഹോൾഡർ എന്നോട് ചോദിച്ചു, പൈ ഇതെന്താ മിണ്ടാണ്ട്, ഞാനെന്ത് മിണ്ടാനെ, കരിമ്പിൻകൂട്ടിൽ ആന കയറിയ മാതിരി അവര് പറഞ്ഞോണ്ടിരിക്കണേ. അപ്പൊ ക്ലയന്റ് നോക്കുമ്പോഴും എന്താണ്, ക്ലയന്റ് ബോണ്ട കിട്ടുമെന്ന് ചോദിച്ചപ്പോ ലഡുവും തരട്ടെ, കിട്ടും. ജിലേബി വേണോ, അതും കിട്ടുമോ, പിടികിട്ടിയ. അപ്പൊ ഇത് വലിയൊരു റോളായിരുന്നു അത്. കാരണം അപ്പൊ ഈ അവരുടെ എക്സിസ്റ്റിംഗ് ഇംപ്ലിമെന്റേഷന്റെ സോഴ്സ് കോഡ് ഡീകോഡ് ചെയ്യണത് ഞാനാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നമുക്കറിയാലോ ഇത് ഇതിന്റെ മുകളില് ഇപ്പൊ നമ്മളവിടെ പോയിട്ട് നമ്മളവിടെ ഡയറക്ട് 3D വേണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നമുക്ക് കൊടുക്കും അല്ലേ. അപ്പൊ ഈ പ്രോമിസ് ചെയ്യാതിരിക്കുക, പക്ഷെ ഇപ്പൊ മിണ്ടാതിരിക്കാന്നാവുന്നില്ല കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മള് മറ്റേ പറഞ്ഞവരിയിരിക്കും. ഏത് ഒരു സ്ഥലത്ത് പോയി മറ്റേ പുള്ളിയില്ലേ, അതായത് ഒരു സ്ഥലത്ത് പോയി കാത്തിരുന്ന് മറ്റേ ഇവരൊക്കെ ഇവിടെ ലിറ്ററലി എടുക്കുമെന്നാണ്. ഇതിപ്പോ ഈ മിണ്ടാതിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായക്കടയിലും മറ്റേ ക്യാൻറ്റീനിലും മിണ്ടാതിരിക്കാന്നല്ല. ഓക്കെ, അപ്പൊ അതൊരു ഇതാണ്. പിന്നെ നെക്സ്റ്റ്, യു ആർ ബീങ് ജഡ്ജ്ഡ് ഓൾ ദ ടൈംസ്. അതിനെന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, പക്ഷെ നമ്മള് കൊറേയൊക്കെ ഈ ഇൻഡസ്ട്രിന്ന് ജീവിക്കാം എന്നുള്ള ഐഡിയ വരുന്നത്. അതായത് എന്ന് വെച്ചാൽ മറ്റേ ഓർഗില് വെർട്ടിക്കൽ ഗ്രോത്ത് നോക്കുമ്പോഴാണ് പ്രശ്നം. ഇൻഡസ്ട്രിയില് ആണ് ഫോക്കസ് എങ്കിൽ പ്രശ്നമില്ല. അതായത് അതൊരു നല്ല ഇതാണ്. അതായത് ഗ്രോ ഇൻ ദ ഇൻഡസ്ട്രി റാദർ ദാൻ ഓൺ ദ ജോബ് അല്ലെ. ജോബിൽ വരുമ്പോഴാണ് ഈ എവറി മൈന്യൂട്ട് എമൗണ്ട് ഓഫ് സ്ക്രൂട്ടണി ബിക്കംസ് എന്താ പറയാ ഒരു ബിഗ് പ്രോബ്ലം. അത് കറക്റ്റാ. അതായത് ഇപ്പൊ സോഫ്റ്റ്വെയർ കമ്പനിയിൽ പിന്നെ അങ്ങനെ ഒരു ഡ്രസ്സിങ്ങിന്റെ ഒക്കെ അത്രയും വലിയൊരു ഇത് വരുന്നില്ല. പക്ഷെ നിങ്ങളിപ്പോ ഒരു ബാങ്കോ സർവീസസ് സെക്ടർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അല്ലെ, ഈവൻ ബോഡി ലാംഗ്വേജ് വരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ബോഡി ലാംഗ്വേജ് സോഫ്റ്റ്വെയർ കമ്പനിയിലും ഓപ്പറേഷൻസ് ആൻഡ് സ്ട്രാറ്റജി ലെവലിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. മറ്റേ ഈ ബുക്ക് എന്ന് പറയുമ്പോ അങ്ങനെയുള്ള ജനറൽ ആണല്ലോ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പെർസേ അല്ല. അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ എത്ര ഡെലിവറി ചെയ്താലും അതിപ്പോ കറക്റ്റ് അല്ല. ഇപ്പൊ ലാസ്റ്റ് 50 അടിച്ചതുകൊണ്ട് അടുത്ത പ്രോജക്റ്റിൽ ഔട്ടാണോ കൂടെ ആദ്യം വരാമല്ലോ. കോൺസ്റ്റന്റ്ലി സ്ക്രൂട്ടനൈസ് ചെയ്തിരിക്കും, കാരണം അതാണ് അതിന്റെ ബ്യൂട്ടി. പിന്നെ ഹാവ് എ പ്ലാൻ. ഈ പ്ലാനിന്റെ ഞാൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ പ്ലാൻ ചെയ്യാനുള്ള ഡാറ്റ പോയിന്റ്സ് കിട്ടണമെങ്കിൽ തന്നെ എക്സിസ്റ്റിംഗ് ഓഫീസിന്റെ കൾച്ചറും വൈബും ഒക്കെ നന്നായി റീഡ് ചെയ്യണം. ഒരു ഇൻസൈഡർ ഇന്റലിജൻസിൽ അതേ പറ്റുമോ പ്ലാൻ ചെയ്യാൻ? ഇല്ല. അത് പക്ഷേ എന്താണ് പ്ലാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഗ്രോത്ത് ആണോ ഉദ്ദേശിക്കണേ, അതോ എക്സിക്യൂഷൻ ആണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒന്നും എനിക്ക് അല്ല. അതിപ്പോ ഒരു കമ്പനിയിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ ഏർലി പാർട്ട് ഓഫ് ദർ കരിയർ, നെക്സ്റ്റ് 18 മന്ത്സ്, നെക്സ്റ്റ് 24 മന്ത്സ്, മാക്സിമം 36 മന്ത്സ്, അങ്ങനത്തെ ഒരു പ്ലാനറ്റാണല്ലോ കയറുന്നത്. അപ്പോ ഒരു സമയത്ത് ഓക്കെ വെൻ യു ഹോപ്പ് ദ ജോബ് 30% കിട്ടുക,
അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അതിനനുസരിച്ചിട്ടുള്ള പൊസിഷനിങ്ങും പ്ലാനിങ് ആയിരിക്കും അവർ ചെയ്യുന്നത്. ചിലപ്പോ ഫോർ എക്സാമ്പിൾ ഓക്കെ ദിസ് ഈസ് എ ഗ്രേറ്റ് കമ്പനി, എനിക്ക് ഒരു ഡൊമസ്റ്റിക് കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഐ ക്യാൻ വർക്ക് ഓർ ഐ ക്യാൻ കമ്മ്യൂട്ട് ഫ്രം ഹോം, വർക്ക് ഫ്രം ഹോം അല്ല അങ്ങനെയുള്ളവരുടെ വേറെ ആയിരിക്കും. ഇനിയിപ്പോ ചിലപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ വിദേശത്തേക്ക് പോകാന്നുള്ളതായിരിക്കും ചിലപ്പോ എല്ലാവരുടെ പ്ലാൻ. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോ സ്ട്രാറ്റജി വിച്ച് യു ആർ സപ്പോസ് ടു, അല്ലെങ്കിൽ എന്ത് ഗോളിനാണ് എങ്ങനെ അത് റിയലൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് അനുസരിച്ചിരിക്കും പ്ലാൻ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാൻ അവിടെ വർക്ക്ഔട്ട് ആവും എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ട്രെമൻഡസ് എമൗണ്ട് ഓഫ് ഇൻസൈഡർ ഇന്റലിജൻസ് വേണമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതായത് ഒരാളുടെ ഒന്നും പോരാ, കാരണം അവരുടെ സബ്ജക്റ്റീവ് ബയസ് വരും. അപ്പൊ ഒരു പുള്ളി എന്നോട് പറഞ്ഞതില്ല, നീ ഈ കമ്പനിയിലെ 5 അക്കൗണ്ടിലേ പോകാറുള്ളൂ, ഞങ്ങൾ 50 പോയിട്ടാണ് ഇതൊക്കെ പറയണെന്ന് പറയും. അപ്പൊ ഞാൻ പറയും അവിടെ ഒരു പ്രശ്നമുണ്ട്, കാർ പ്ലസ് പെറ്റിസികളുടെ കാർപ്പറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് പറയും. അതായത് 2 മറ്റേ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള മറ്റേ ഡിവിഷൻസിലെ ഒരു സ്ഥലത്ത് നിന്ന് കാറും ഒരു സ്ഥലത്ത് പെറ്റ് കൊടുത്ത് കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ആ പ്ലാനിങ് ഒരു ഇപ്പൊ ഒരു അടാജ് ഉണ്ട്, അതായത് എവറി പ്ലാൻ ഈസ് ഫ്യൂട്ടൈൽ ബട്ട് ദാറ്റ് ഷുഡ് നോട്ട് പ്രിവെന്റ് യു ഫ്രം പ്ലാനിങ് എന്ന്. ചിലപ്പോ ആ പ്ലാനിങ് ചെയ്യുമ്പോൾ വേറെ പല കാര്യങ്ങൾ നടക്കുമല്ലോ. ഓർ പ്ലാനിങ് ഈസ് എ റിച്വൽ വിച്ച് എവരി വൺ നോട്ട് ടു അണ്ടർടേക്ക് വെദർ ദേ ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. അപ്പൊ ആ ഐറ്റം നമ്പർ 7 റാൻഡം ആക്ട് ആണ്. പ്ലാനിങ് ഇല്ലെങ്കിൽ റാൻഡം ആക്ട് ആണ്. അതെ അത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ വേരിയബിൾസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും നമ്മള് ഇത് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അതാണ് അതിന്റെ ഇതന്നെ. പിന്നെ ഈ കീപ് ക്വയറ്റ് അൺലെസ് ഫെറണ്ടഡ്, അല്ലെങ്കിൽ എന്താ പറയാ, പറയാനൊന്നും ഇല്ലെങ്കിൽ, നൈസായിട്ട് പറയാനൊന്നും ഇല്ലെങ്കിൽ ഉണ്ടായിരിക്കാനാ പറയണം. നോബഡി ലൈക്സ് ദ മെസ്സഞ്ചർ ഓഫ് ബാഡ് ന്യൂസ് ആണ് വരുന്നുണ്ട് ഇല്ലേ? അപ്പോ പക്ഷെ അവിടെ ഒരു നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാല് സിറ്റുവേഷൻ അഗ്രവേറ്റ് ചെയ്യുമെങ്കിലോ. അല്ല, അവിടെയാണ് ഈ മറ്റേ കോണ്ടെക്സ്റ്റുവലി റെലവൻറ്റ് ആക്ഷൻ എന്നുള്ള മോഡൽ വെച്ചിട്ട് നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റും, ക്വയറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. അതും പിന്നെ നമ്മൾ ഇതിപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ഗ്രോ ചെയ്യാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഇത് കിട്ടുമല്ലോ, പലതും ഇത് ചെയ്യാം. അല്ല ഇപ്പൊ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കീപ് ക്വയറ്റ് വേണമെന്നില്ല, അതായത് ഇപ്പൊ നമ്മുടെ അഭിപ്രായം പറയുന്നു ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് എന്റെ അറിവ്, ഐ എം നോട്ട് ആൻ എക്സ്പെർട്ട് എന്ന് പറഞ്ഞിട്ട് പോരാലോ. അതിനുള്ള പൊളിറ്റിക്കൽ വില്ല് ഉണ്ടായാൽ മതി. ഉണ്ടായിരിക്കാം, ഇനി ഇന്ത്യ കഴിഞ്ഞാൽ തന്നെ, അതായത് യു ഷുഡ് പിക്ക് ബാറ്റിൽസ്. അൺനെസസറി ബാറ്റിലോട്ട് ഡ്രാഗ് ചെയ്യപ്പെടരുത്. അതാണ് അതിന്റെ കാര്യം. പിന്നെ സെൽഫ് പ്രിസർവേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ? സെൽഫ് പ്രിസർവേഷൻ ഇമ്പോർട്ടന്റ് ആണല്ലോ, വേറെ എനിക്കറിയില്ല. അതായത് അല്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ പല കമ്പനികളിലും റെഫറൽ വഴിയാ കയറുന്നത്. അപ്പൊ അവിടെ ഈ എനിക്ക് എന്താ പറയാ, സെൽഫ് പ്രിസർവേഷനും ഒരു പരിധിയുണ്ട് ആ ടൈപ്പ് ഗെയിംസ് കളിക്കുന്നതിന് വേണ്ടിയാ. അപ്പൊ എനിക്ക് അങ്ങനെ അത്ര, അതായത് നമ്മള് ഏത് സമയത്തും അല്ല, അതാണ് അത് മറ്റേ, അതായത് നമ്മളിപ്പോൾ ഇൻഡസ്ട്രി എന്നുള്ള ആണ് ഗ്രോത്ത് നോക്കണമെങ്കിൽ ആ കമ്പനി സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ഒരു ഹാർഡ് നീഡ് വന്നാലാണ് അത് ശരിക്കും പ്രശ്നമായി മാറാം. അതെ അല്ല, ആ കാര്യത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലെങ്തി ടൈമിൽ, അതായത് മേ ബി 1 ഇയറിന് മുകളിൽ നിന്ന കമ്പനികളിൽ സെൽഫ് പ്രിസർവേഷൻ ഉറപ്പാക്കാൻ വേണ്ടി ഹാവ് പ്ലേഡ് ഗെയിംസ്. മനസ്സിലായില്ലേ? ചില സ്ഥലത്ത് അത് പറ്റില്ല, അതിനുള്ള വ്യാപ്തി ഉണ്ടാവില്ല കമ്പനിയില്. പിടികിട്ടിയ, അതായത് ഒരു ഷാലോ ഹൈറാർക്കി ഉള്ള, ഇപ്പൊ ഒരു വിമാന സോഫ്റ്റ്വെയർ എഴുതുന്നു, അത്
ഇംപ്ലിമെന്റ് ചെയ്യാൻ NP ഹാർഡ് പ്രോബ്ലം ഒക്കെ ആയതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രിസർവ് ചെയ്യാൻ നിന്നിട്ട് കാര്യമില്ല. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് വരാം. അതാണ് ഈ സെൽഫ് പ്രിസർവേഷന്റെ ഒരു, പക്ഷെ അത് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി വി നോ ഇറ്റ് അല്ലേ. അതായത് ഡു വി നീഡ് ടു എക്സ്പ്ലിസിറ്റ്ലി എന്താ പറയാ പ്ലാൻ ചെയ്യണമെന്നുള്ളത്. അല്ല ഈ മറ്റേ പൊളിറ്റിക്കൽ ത്രെറ്റൊക്കെ അവയർനെസ് കൊണ്ടുവരാന്നുള്ളത് ആണ് ശരിക്കും ചെയ്യാൻ പറ്റാലോ. അതെ അതെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ബ്ലെൻഡ് ഇൻ, ഓക്കെ, അതായത് മറ്റേ ഇൻ്റഗ്രേറ്റ് നീഡ് നോട്ട് അസിമിലേറ്റ് ആണ് എൻ്റെ സ്ട്രാറ്റജി. അത് നിങ്ങൾ പറയാറില്ലേ എന്താണ് മറ്റേ ഈ സീനിയേഴ്സിൻ്റെ മറ്റേ ഗോൾസും അവരുടെ മെന്റൽ മോഡല് മിറർ ചെയ്യാന്നല്ല, മിറർ ചെയ്യാന്ന് അലൈൻ ചെയ്യാന്നല്ല, മിറർ ചെയ്യാന്നുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്യാമോ? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു. അത് അല്ല അത് സാറേ, അതായത് ഈ കോണ്ടെക്സ്റ്റുവലി റിലവൻ്റ് ആക്ഷൻ എന്നുള്ളതാണ് ആ മോഡല്. ഈ അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ആ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് കിട്ടണമല്ലോ. അപ്പോൾ അത് ഇപ്പോൾ സ്ട്രാറ്റജി, ഓപ്പറേഷൻസ്, പ്രൊഡക്റ്റ്, എൻജിനീയറിങ് ആണ് ഇപ്പോൾ സാറ് വെക്കാറുള്ള സ്ട്രക്ചേഴ്സ് അതല്ലേ? സാറ് പ്രൊഡക്റ്റ് സെപ്പറേറ്റ് ചെയ്യാറില്ല അല്ലേ? അല്ല അപ്പോൾ അത് അല്ല അപ്പോൾ അത് അതായത് നമ്മൾ ഇപ്പം അതായത് ഞാനൊക്കെ കൂടുതൽ കാലം വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇതിലാണല്ലോ, ഡെലിവറി റോൾസ് ആണല്ലോ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് 2 വീക്ക് സ്പ്രിൻറ്റിൽ കൺസ്ട്രെയിൻഡ് ആണ് നമ്മുടെ പെർസെപ്ഷൻ. പക്ഷെ ആ പെർസെപ്ഷനിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെലവൻ്റ് ആക്ഷൻ നടക്കില്ല. പിന്നെ എനിക്ക് ഫോർ സം റീസൺ അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റില്ല ഈ ഹോളിസ്റ്റിക് വ്യൂ ഇല്ലാതെ. ഒരു ഹോളിസ്റ്റിക് പിക്ചർ ഉണ്ടെങ്കിൽ യു ടെൻഡ് ടു ഡു വെൽ എന്നാ പറഞ്ഞാൽ. അതെ അതെ അതെ. അപ്പോൾ അത് ആക്റ്റീവ്ലി സീക്ക് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻസ് ആൾക്കാരുടെ ഗോൾസ് നമ്മൾ അലൈൻ ചെയ്യേണ്ടി വരും, അവരുടെ മെൻ്റൽ മോഡൽ എടുക്കേണ്ടി വരും, ഒരു ഇമീഡിയറ്റ് വിഷനൊക്കെ ഇത് ചെയ്യേണ്ടി വരും. പിന്നെ ഒബ്വിയസ്ലി ആർക്കിടെക്റ്റിൻ്റെ ഇത് മിറർ ചെയ്തില്ലെങ്കിൽ ആക്ട് ചെയ്യാൻ പറ്റില്ല മര്യാദക്ക്. തോന്നിയ കോഡൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്ത് നോക്കാം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല്. പിന്നെ ഞാൻ കേട്ടിട്ട് ഈ പുസ്തകത്തിന് ഞാൻ കാണുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ ദിസ് ബുക്ക് അസ്യൂംസ് ദാറ്റ് ഓക്കെ ദ പേഴ്സൺ ഇൻ ക്വസ്റ്റ്യൻ വാണ്ട്സ് ടു ഗോ അപ്പ് ഇൻ ദ കരിയർ ലാഡർ സ്റ്റാർട്ടിങ് ഫ്രം എ എൻട്രി ലെവൽ പൊസിഷൻ, ഗ്രാജുവലി ഗ്രോയിങ് അപ്പ്, പ്രൊമോഷൻസും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണോ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്? അപ്പൊ ബ്ലെൻഡിനായി അതിന്റെ ആ ഡൈനാമിക്സ് റിഫ്ലക്ട് ചെയ്യില്ലേ? അത് ചെയ്യും അല്ലേ? അത് ബ്ലെൻഡിന് ഇപ്പം അത് പുള്ളി എന്താണ് എക്സാക്ട്ലി ഡീറ്റെയിൽ ചെയ്ത് പറയണേന്നുള്ളത് നോക്കണം. പക്ഷേ സ്ട്രക്ചേഴ്സ് നമുക്ക് അതിന്റെ സബ് വർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നോക്കാം, അതിൻ്റെ നമുക്ക് അറിയാലോ. ബ്ലെൻഡ് ഇൻ, know the corporate culture, of course, speak the language, corporate lingo, അതൊക്കെ പക്ഷേ സ്ട്രക്ചറൽ ബ്ലെൻഡിങ് ആണ് അല്ലേ? ഡ്രസ് അപ്പ് ഓർ ഡൗൺ അക്കോർഡിംഗ്ലി. അപ്പൊ മറ്റേ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഡ്രസ്സിങ് ഇത് ചെയ്യാം. ഈ ഡ്രസ് അപ്പ് എന്ന് പറഞ്ഞാൽ മെറ്റഫോറിക്കൽ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം കേട്ടോ. വിൻഡോ ഡ്രസ്സിംഗ് എന്നുള്ള രീതിയിലാണോ എന്നുള്ളത് നമുക്ക് ചെയ്യാം. പക്ഷെ ഇറ്റ് മേക്സ് സെൻസ് ബോത്ത് വേസ് അല്ലേ? അതായത് നല്ല വീട്ടിലൊരിടത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യം ആവാലോ ഡ്രസ് ഡൗൺ എന്ന് പറഞ്ഞാൽ. ഡ്രസ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് പഴമാരുണ്ടെങ്കിൽ എന്തെങ്കിലും മേടിച്ചോ. ഏത് മെറ്റഫോറിക്കലി ബി അഡാപ്റ്റബിൾ ടു യുവർ ഡീലിങ്സ് വിത്ത് ഡിഫറെന്റ് പീപ്പിൾ. അതായത് ഇപ്പൊ ജനറൽ കോർപ്പറേറ്റ് ഇതാ ഉദ്ദേശിക്കുന്നത്. അതായത് റൂൾസ് ആണ്. നോ വെൻ ടു ഹാങ് ഔട്ട് വെൻ, അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യൽ പ്രോട്ടോകോൾസ്.
ഇത് കുറച്ചുകൂടി ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങളാണ്. അണ്ടർസ്റ്റാൻഡ് ദ ഹേർട്ട് മെന്റാലിറ്റി. അപ്പൊ അതാണ്. അല്ല അങ്ങനെ ഇത് അതായത് ബ്ലെൻഡിങ് സ്ട്രാറ്റജി എന്ന് വെച്ചപ്പോൾ എൻ്റെ സ്ട്രാറ്റജി ബേസ് റേറ്റ് അസസ്മെൻ്റ് ആണ് 1 month പ്ലസ് ഈ മറ്റേ അവരുടെ സ്ട്രക്ചേഴ്സ് വിഷനൊക്കെ മിറർ ചെയ്യാം എന്നുള്ള ആക്ടിവിറ്റീസാണ്. പിന്നെ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതായത് ബോണ്ട് ബിൽഡ് ചെയ്യാന്നുള്ളത് ക്രോസ് കൾച്ചറലായിട്ട് നടന്നിട്ടുണ്ട് ഇത്രയും കാലമായിട്ട്. അപ്പോൾ അത് മറ്റ് സോഷ്യൽ സ്കിൽസ് ഉള്ളതുകൊണ്ടല്ലേ ഫിലോസഫിയും അങ്ങനെ കാര്യങ്ങളും. അതായത് ഹ്യൂമൻ പ്രഡിക്കമെന്റിനെ കുറിച്ചൊക്കെ ഒരു വേറൊരു ഓപ്ഷൻ മറ്റേ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതായത് ഇൻ ഗ്ലോബൽ ടേംസ് ഐഡിയ, അതായത് ഒരു ഫ്രേസിലോ വേർഡിലോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധനമാണ്. എസ്പെഷ്യലി വെസ്റ്റിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ബ്ലെൻഡിങ് പിന്നെ ആക്ട് 1 step ahead. അത് മറ്റേ ഈ ഹാവ് എ പ്ലാൻ ആയിട്ട് നല്ല ബന്ധമുണ്ട്. പ്ലാനിന്റെ അംബർലൈന് വേണം അത് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഇവിടെ ഡ്രസ് 1 step ahead, ടോക്ക് 1 step ahead, ആക്ട്, തിങ്ക്. അല്ല അത് നമ്മള് അത് ആ മിററിംഗ് ഇല്ലേ, മിററിംഗിൽ അത് ഈ ആക്ട് 1 step ahead എന്നുള്ളത് കോൺസിക്വൻസ് ആണ്. ഐ അഗ്രി, മനസ്സിലായി. അതായത് മറ്റേ പ്ലാനിന്റെ ഭാഗമായിട്ട് പണി വരാം. അതേമാതിരി തന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി പ്ലാൻ തന്നെ ഫോം ചെയ്യണം, അങ്ങനെയാണല്ലോ. അതായത് പിന്നെ ഡിപ്ലോമസി. ഈ അവിടെ ഞാൻ കേട്ടോ. അപ്പൊ അല്ല അതിന്റെ പേര് ചിലപ്പോ പ്രശ്നമൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനെ വേറെ രീതിയില് എടുക്കും. അല്ല ഞാൻ പാക്കേജ് ആണെന്നാ പറയാ. അതായത് എടുക്കാം, ഒന്നില്ലെങ്കിൽ പുറത്താക്കാം, അല്ലെങ്കിൽ കീപ്പ് ചെയ്യാം എന്നുള്ള മോഡലില്. അല്ല അവിടെ സെൽഫ് പ്രിസർവേഷൻ അഗെയിൻസ്റ്റ് ആണത് അങ്ങനെ നോക്കുമ്പോ. അതെ അതെ. അല്ല പക്ഷെ ഞാൻ പറയട്ടെ, നമുക്ക് അവിടെയെങ്കിലും ആ ലൂസ് സ്റ്റോക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അത് കീപ്പിംഗ് വൺ സെൽഫ് സെയിന്റെ ഭാഗമായിട്ട് അത് വേണം ശരിക്കും, അല്ലേ? അല്ല പിന്നെ അത് ടെക്നോളജി ആയതുകൊണ്ട് നടക്കുന്നതാണെന്നാണ് ജഡ്ജ് ചെയ്യപ്പെടുന്നത്. അതർ ആസ്പെക്ട്സിലാണ്. അതുപോലെ യൂട്ടിലിറ്റി കമ്പനിയോ മറ്റേ അതൊക്കെ ആണെങ്കിൽ ബാങ്കൊക്കെ ആണെങ്കിൽ കളി മാറും. അടുത്തത് കൾട്ടിവേറ്റ് ഡിപ്ലോമസി. പറഞ്ഞു അത് പറഞ്ഞല്ലേ. അപ്പൊ നോ ദ സിസ്റ്റം ആൻഡ് മിൽക്ക് ഇറ്റ്. അത് ചെയ്യുന്നുണ്ട്. അല്ല, ഈ നോ ദ സിസ്റ്റം, അതായത് ബട്ട് ആർ യു ഡൂയിങ് ഇറ്റ് ടു ഗോ അപ്പ്? അതായത് നമ്മുടെ വേ ഓഫ് ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലത്ത് അത് ചെയ്യും, അല്ലേ? അതെ അതെ അതെ. ഗോ അപ്പിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഗോ അപ്പ് ആവും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അല്ല, ഇപ്പൊ ഈ ഗോ അപ്പ് ആയാൽ നമ്മള് അൺനോൺ ടെറിട്ടറിയിലോട്ടൊക്കെ ചെല്ലും. അതെ അതെ അതെ. മേ ബി അല്ല സാറ് പറഞ്ഞ പോലെ മറ്റേ ഇത് ഈ കരിയർ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞില്ല. അത് സാലറിയുടെ കേസിലില്ലെങ്കിലും പൊസിഷന്റെ കേസിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. അല്ല, അത് നല്ലതാണ്, മനസ്സിലായില്ലേ? കാരണം that will keep you sane. അതായത് but at least you'll be competent in what you say, what you are competent. അതൊരു വലിയ പ്രോബ്ലം. പക്ഷേ ഇവിടെ ഞങ്ങള് കുറെ നേരമായി സംസാരിക്കുന്നത്. ഇതിലെ നിങ്ങൾ ഓരോ സ്ട്രാറ്റജി ഒക്കെ പറ. ശരത്തിന്റെ പറഞ്ഞു, ഞാൻ എന്റെ പറയുന്നു. വാക്ക് യുവർ ടോക്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി എന്താ? സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ബീങ് കൺസിസ്റ്റന്റ് ആയിരിക്കും, ഒതന്റിക് ആയിട്ടിരിക്കുക എന്നുള്ളത്. അത് നമ്മുടെ
വാക്ക് യുവർ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ കമ്പനിയില് ഇന്നത് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വെറുതെ ആകസ്മികമായിട്ട് പ്രോമിസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഈ മറ്റേ അല്ലെ വൈശാഖനെ കളിയാക്കണ പോലെ അതുകൊണ്ട് ഞാൻ പറയാണ്ടിരുന്നാണ്. എന്നാലും ഞാൻ പറയാണ്, അതായത് സംസാരിക്കാണ്ടിരിക്കാന്ന്. അതല്ല, അതായത് സംസാരിക്കാണ്ടിരുന്ന പിന്നെ നടക്കണ്ടല്ലോ. അല്ല, ഈ വാക്ക് യുവർ ടോക്ക് എനിക്ക് തോന്നുന്നത് സാർ പറഞ്ഞ മൂന്നാമത്തെ പോയില്ലേ, ഹാവ് എ പ്ലാൻ. ഞാനിപ്പോ അൺനോൺ ടെറിട്ടറീസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് പറയുന്നേ പറയുള്ളൂ അവരോട്. ചുമ്മാ അസ്യൂം ചെയ്യില്ല. കമ്പനിയിൽ അങ്ങനെയാണ് സംസാരിക്കുക. പിന്നെ നമ്മള് അവിടെ മീറ്റിങ്ങിലൊക്കെ ചുമ്മാ പലതൊക്കെ പറയും. വർക്ക് ചെയ്യുമ്പോ ഞാൻ പറയില്ല, അറിയാത്ത കാര്യം അസംഷൻ എടുക്കാറില്ല. അല്ല ഞാൻ പറഞ്ഞ ലീഡർഷിപ്പ് റോള് വന്നാൽ മതി. ലീഡർഷിപ്പ് റോള് വരാണെങ്കിൽ അത് എടുക്കേണ്ടി വരും. അതിനുള്ള ബേസ് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ അതല്ല അപ്പൊ എടുക്കേണ്ടി വരും. അതൊരു പ്രൊആക്റ്റീവ് സ്റ്റാൻഡ് ഉണ്ടോന്നാണ് ചോദ്യം. ഇപ്പൊ ഇല്ല. അങ്ങനെയല്ലേ, ഇപ്പൊ നമ്മളിപ്പോ ഒരു പൊസിഷൻ ഇരിക്കുന്നു. ഓക്കെ, നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ എങ്ങോട്ട് വളരും, മറ്റേ കമ്പനിയിലാണെങ്കിൽ എങ്ങനെ വളരും, അങ്ങനെയൊക്കെ ഒരു സ്ട്രാറ്റജി വേണമല്ലോ. പിന്നെ ഹാൻഡിൽ ദ ഓപ്പോസിഷൻ, അതെങ്ങനെയാണ് ചേർത്തേക്ക്? ഈ ഗ്രോത്തിന്റെ സാരം അറിയില്ല. ഇതിപ്പോ സ്മാർട്ട് ഫ്രെയിം വർക്ക് ഒക്കെ നമുക്ക് ഇവിടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ ഇതെല്ലാവരും ആ സ്മാർട്ട് ഫ്രെയിം വർക്ക് വേണമെന്നല്ല, സ്പെസിഫിക് അതിലും മെഷറബിൾ എന്താണ് അങ്ങനെയാണല്ലേ ഇതെന്താ സ്മാർട്ടിന്റെ സ്പെസിഫിക് മെഷറബിൾ അച്ചീവബിൾ റെലവന്റ് ടൈം ബൗണ്ട്. അല്ലേ? അപ്പൊ എല്ലാരും കൊണ്ടുവന്നാലും എല്ലാവർക്കും പറ്റുന്നില്ല എന്റെ ഒരു ഇത്. അല്ല നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് ഇപ്പൊ ഈ ഇത് ചെയ്യാം. പിന്നെ നോ ദ സിസ്റ്റം ആൻഡ് മിൽക്ക് ഇറ്റ് ഹാൻഡിൽ ദ ഒപ്പോസിഷൻ. എന്താണ് ഒപ്പോസിഷൻ, എങ്ങനെയാണ് നേരിടുന്നത്? ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോ അങ്ങനെ നമ്മുടെ ശത്രു തന്നെ ആവണമെന്നില്ല. ഹാൻഡിൽ ദ ഒപ്പോസിഷൻ അല്ല, നമ്മള് അതായത് പിയർ ലെവലിലായിരിക്കുമല്ലോ ഒപ്പോസിഷൻ എപ്പോഴും. അല്ല അങ്ങനെ വേണമെന്നില്ല കേട്ടോ. അതായത് നിങ്ങളൊരു അപ്കമിങ് സ്റ്റാർ ആണെന്ന് വിചാരിക്കുക. ഇപ്പോ പീപ്പിൾ ക്യാൻ കൗണ്ടർ ചെയ്യും അല്ലേ? അത് നമുക്ക് ഇങ്ങനെ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയൊക്കെ ഹാൻഡിൽ അങ്ങനെയല്ല. ഇപ്പൊ ഗെയിം സ്ട്രാറ്റജിക് ടൂൾസ് ഉണ്ടല്ലോ. അല്ല പക്ഷേ ആർഗ്യുമെന്റ്, പൊളിറ്റിക്കൽ ഒരു ആക്റ്റീവ് ലിസണിങ് വേണമെന്ന് തോന്നും. എന്നിട്ട് നമ്മള് ക്ലാരിഫൈ ചെയ്യും ക്വസ്റ്റ്യൻസ് വഴി വൺ ബൈ വൺ. അങ്ങനെയല്ല, അതിപ്പോ ഒരു പ്രശ്നമുണ്ട്. ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതാണ് വ്യക്തിതലത്തിലാണ്, അതായത് സിറ്റുവേഷനിലെ ഇതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്, പൊളിറ്റിക്കൽ തലത്തിലാണ്. കോംപ്രമൈസ് ഓഫർ ചെയ്യേണ്ടി വരും. നമ്മൾ ഓഫർ ചെയ്യോ? അല്ല, കോംപ്രമൈസ് ഓഫർ ചെയ്യണം. അത് നമ്മുടെ ടേംസിൽ വേണ്ടേ? അവരുടെ ടേംസിൽ ഓഫർ ചെയ്താൽ യു ആർ ലൂസിങ് അല്ലേ? ഇല്ല, നമ്മളവിടെ ഒരു മിഡിൽ ഗ്രൗണ്ട് ഫിഗർ ഔട്ട് ചെയ്യണമെന്ന് ഞാൻ പറയാം. നമ്മുടെ ടൈംസ് ആണെങ്കിലും അങ്ങനല്ല, കോമൺ മിഡിൽ ഗ്രൗണ്ടില് ഫുൾ അലൈൻമെന്റ് കിട്ടിയില്ലെങ്കിൽ ഞാനൊരു മിഡിൽ ഗ്രൗണ്ടാണ് നോക്കുക. എന്റെ എന്താണ് സാറിന്റെ അഭിപ്രായം?
എല്ലാം മാറ്റി. മിഡിൽ ഗ്രൗണ്ട് ട്രെഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? അപ്പൊ ഇൻഫ്ലുവൻസ് വരും. അപ്പൊ കാമിക്കാസെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇത് എന്തിട്ടേക്ക കാമിക്കാസെ, അതായത് സൂയിസൈഡ്. അതായത് ഐദർ യു വിൻ ഓർ യു ലൂസ്, അങ്ങനത്തെ സിറ്റുവേഷൻ വരാലോ. നീ അതാണ് അഭികാമ്യമെങ്കിലോ? അല്ല, ഈ മിഡിൽ ഗ്രൗണ്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇൻഫ്ലുവൻസ് എടുത്താ പോലെ. എന്നുവെച്ചാ നമുക്ക് എന്താ പറയാ, നമ്മുടെ മോഡിലുള്ള അപ്പൊ ഒരു കോമൺ മീഡിയേറ്റർ വെച്ചിട്ട് അപ്പോഴും വർക്കാവില്ലെന്നാണ് സാർ പറയുന്നത്. അങ്ങനെയല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരാള് നമ്മുടെ അടുത്ത് കളിക്കാം, ഓക്കെ, അത് നമ്മള് ഫസ്റ്റ് ഇയാളെ ഒബ്സർവ് ചെയ്യണമല്ലോ, മെഷർ ചെയ്യണമല്ലോ. ഇയാൾ എന്തോരം പോകും, എന്താണ് ഇയാളുടെ, അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ. അപ്പൊ ഇഫ് ഇറ്റ് ക്യാൻ ബി ഒഫീഷ്യൽ ലെവൽ എത്തുന്നതിന് വരെ ആ വ്യക്തിയെ ടാക്കിൾ ചെയ്തൂടെ, ടാക്കിൾ ചെയ്യോ, അത് സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആസ് പെർ ദ ബുക്ക് പുള്ളിയുടെ അറ്റംപ്റ്റ്സിനെ ഫോയിൽ ചെയ്യൂ. ഹലോ, നമ്മൾ സിസ്റ്റത്തിന്റെ പുള്ളിയുടെ ഐഡിയനെ അറ്റാക്ക് ചെയ്യാൻ നോക്കണേ. ചിലപ്പോ ഐഡിയനെ അറ്റാക്ക് ചെയ്യണമെന്നില്ല. ഇപ്പൊ ചിലപ്പോ പുള്ളിയെ ഷെയ്ക്ക് ചെയ്താലും പോരെ. പുള്ളിനെ ഷെയ്ക്ക് ചെയ്യാണ്, അതും ഇത് വെച്ചിട്ടായിരിക്കും, നമ്മള് ഡേറ്റ വെച്ചിട്ടായിരിക്കില്ല. സാറെങ്കിലും ഉദ്ദേശിച്ച് ഷെയ്ക്കാന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. എന്നുവെച്ചാ ആ സബ്ജക്ട് മനസ്സിലായി, സബ്ജക്റ്റിൽ വെറുതെ നമ്മള് അടിക്കുന്ന. അങ്ങനെയല്ല, ഒരാള് പറയുന്നു, ഓക്കെ, അയാൾ പറഞ്ഞു ഇതാണ് ദിസ് ഇസ് ദ വേ ടു ഗോ. അത് രണ്ട് രീതിയിലാവാം. ഐദർ അയാളുടെ ലിമിറ്റിന്റെ അപ്പുറത്താണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നതാവാം, ഇനിയില്ലെങ്കിൽ അയാൾക്ക് നമ്മളെക്കാൾ ബെറ്റർ ഇൻസൈറ്റ് അതിൽ ഉണ്ടാവുന്നതാവാം. അത് രണ്ടിനും രണ്ട് സ്ട്രാറ്റജി വേണ്ടേ? അല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു കൺവിൻസ് ചെയ്യാൻ പറ്റില്ലോ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വഴി. ഒരു സബ്ജക്റ്റീവായിട്ട് അടി വരില്ലെങ്കിൽ ഈവൻ ദോ പുള്ളിക്ക് അപ്പുറത്തുള്ള സംഭവമാണെങ്കിലും നമുക്ക് എന്താ നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജിൽ ഇല്ലാത്തൊരു സാധനമാണ് പുള്ളി പറയണത് കയറിയ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയണത് കയറിയ പുള്ളിയുടെ അത് പറഞ്ഞോണ്ട് വേണ്ടി വരും. എഡ്യൂക്കേറ്റ് ചെയ്യുക, എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ. അതായത് ജൂഡോ ഫൈറ്റ്, അതായത് അയാളുടെ വീട്ടിൽ വീണണം, പിന്നെ അയാളായിട്ട് ദൂരെ പോകരുത്. മാറി നിന്ന് കഴിഞ്ഞാൽ എന്തെന്ന് വെച്ചാല് യു ആർ ഗിവിംഗ് ടു മച്ച് റൂം ഫോർ ഹിം ടു മാനൂവർ അഗെയിൻസ്റ്റ് യു. രാജ്യങ്ങളൊക്കെ തമ്മില് അല്ല, കൂടുതൽ റെസിസ്റ്റൻസ് വരാണെങ്കിൽ എസ്കലേറ്റ് എല്ലാം ചെയ്യണ്ടേ? എന്താണ് എസ്കലേറ്റ് ചെയ്ത ഗുണമുണ്ടാവും. അയാള് കളിക്കരുത്. അയാളുടെ എസ്കലേറ്റ് ചെയ്തപ്പോ എനിക്കറിയില്ല, അത് ചിലപ്പോ കമ്പനി പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയില്ല. ആ ഇൻസിഡൻസ് നിങ്ങൾക്ക് പവർ ഉണ്ടാവും. അയാൾക്ക് കൂടുതൽ റെലവൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും അയാളുടെ പ്ലേറ്റിലോട്ട് കളിച്ചു കൊടുക്കണമല്ലോ അവര്. അതായത് മറ്റേ വെസ്റ്റിലൊക്കെ എങ്ങനെയാന്ന് അറിയില്ല, അവര് ഒബ്ജക്റ്റീവ്ലി എങ്ങനെ നേരിടാവും അറിയില്ല. അത് ഒരു ഏഷ്യൻ എത്നിസിറ്റിയിലുള്ള ഒരാളും അവിടുത്തെ ഇപ്പൊ യൂറോപ്പിലെ സിറ്റിസണാണ് വിചാരിക്കുക ഫൈറ്റ് ചെയ്യണം. ഈ എഞ്ചിനീയറിംഗ് മാനേജർ യൂറോപ്പിലെ സിറ്റിസണാണ്, പുള്ളി ഇവിടുത്തെ സിറ്റിസണാണ് വിചാരിക്കുക. അപ്പൊ എസ്കലേറ്റ് ചെയ്യുമ്പോ നമ്മള് ഇയാൾക്കൊരു ബയാസ് വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അറിയില്ല, ചിലപ്പോ ഉണ്ടാവുള്ളൂ. ഞാൻ പഴയ കമ്പനിയിൽ കണ്ടിട്ടുണ്ട് എന്റെ അവസരത്തെ. ഓക്കെ, അപ്പോ നമുക്ക് ബിഫോർ വി വൈൻഡ് അപ്പ്, അപ്പൊ ഈ ഡിസ്കഷനിൽ നിന്ന് എന്തൊക്കെയാണ് ടേക്ക് അവേസ് കിട്ടിയിട്ടുള്ളത്? റൂൾസ് ഓഫ് വർക്ക് നമുക്കുള്ള ഒരു മെയിൻ 10 റൂൾസ് പഠിച്ചു. കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയെന്ന് പറയാം. ഇത് ഈ പുസ്തകം വാങ്ങിച്ചാൽ മതി, മനസ്സിലായി? വെരി ഫേമസ് ബുക്ക്. ഇയാള് ഇത് മാത്രമല്ല, ഇയാള് കുറേ വേറെ ബുക്ക് എഴുതിയിട്ടുണ്ട്, മനസ്സിലായല്ലേ? റിച്ചർഡ് ടെംപ്ലർ.
ഉണ്ടല്ലേ പുള്ളിയുടെ റൂൾസ് ഓഫ് വെൽത്ത് ഉണ്ട്. റൂൾസ് ഓഫ് തിങ്കിങ് ഉണ്ട്. പിന്നെ അങ്ങനെ റൂൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. റൂൾസ് ഓഫ് പീപ്പിൾ, ഇങ്ങനെ പുള്ളി കുറെ ബുക്ക് എഴുതിയിട്ടുണ്ട്. റൂൾസ് ഫോർ ലൈഫ്, മാനേജ്മെന്റ്, തിങ്കിങ്, വർക്ക്, വെൽത്ത്. സക്സസ് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞു. അങ്ങനല്ല, ഈ ബുക്ക് ഒരു നല്ല മുതൽക്കൂട്ടാന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ നമുക്ക് മൈൻഡ് ചെയ്യാം. ഞാനൊന്ന് സമപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച റൂൾസ് ഓഫ് വർക്ക് ആൻഡ് മിഷലേനിയസ് എന്നിട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആധുനിക, ഇതൊരു ബ്രിക്ക് ആൻഡ് മോട്ടർ അല്ലെങ്കിൽ 2020 മുമ്പ് എഴുതിയ ബുക്ക് ആയതുകൊണ്ട് പോസ്റ്റ് പാൻഡമിക് ആൻഡ് ദെൻ മോഡേൺ വർക്ക് പ്ലേസ് റൂൾസോ അവിടെ കുറച്ച് ഷോർട്ടേജ് ഉണ്ടാകും. പക്ഷേ ഓവറോൾ ദിസ് റൂൾസ് സ്റ്റാൻഡ്സ് വെൽ എന്നാണ് മനസ്സിലായത്. അതേമാതിരി തന്നെ ഈ റൂൾസിൽ 10 സബ് റൂൾസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒരു ഇറ്റ് കനോട്ട് ബി ഇൻസ്റ്റാൻഷിയേറ്റഡ് ആസ് ഈസ് in most companies, പക്ഷേ it will give you a vocabulary with which you should actually proceed with confidence. അപ്പോൾ walk your talk, അതായത് if you talk, keep quiet, if it is you don't have anything nice to say, and if you say, you should be able to walk the talk. Do not tell a lie. പിന്നെ always you will be under scrutiny, whether you like it or not. You should have a strategic plan. Then you should keep quiet, if necessary. You can do all in order to preserve yourself. Of course it should be within the legal bounds, otherwise you will end up in criminal litigation. Blend in. We are not advocating that you should assimilate, but at least you should be able to integrate. Then act one step ahead. So it is actually consequence of rule number 3. And then there are strategies which we outlined in this talk. Then cultivate diplomatic. Nobody likes the messenger of bad news. You should know how to pitch things across at the apt time. Then always understand the system. And milk it here means you can actually maneuver yourself into a position where your personal goals are met. Then you should handle the opposition with confidence. അപ്പോൾ ഈ 10 നിയമങ്ങളും അത് ഈ പുസ്തകം എല്ലാവരും വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബുക്കല്ല. എനിബഡി ഹു ഹാസ് പർച്ചേസ്ഡ് ആഫ്റ്റർ മൈ റെക്കമെൻഡേഷൻ ഹാസ് ഓൾവേസ് പ്രൈസ്ഡ് ദ ബുക്ക്. ആൻഡ് ഓഫ് കോഴ്സ് ഹിസ് അതർ ടൈറ്റിൽസ് ആർ ആൾസോ റിയലി ഗുഡ്. ഐ ഹോപ്പ് ദിസ് പ്രസന്റേഷൻ വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.